എല്ലാവർക്കും അറിയാം, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി മരിച്ചു. നമുക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി മരിച്ചു യേശുക്രിസ്തു. പാപത്തിന് പരിഹാരം കണ്ടെത്തി. നമ്മൾ ക്രിസ്ത്യാനി ആകുന്നതിലൂടെ ആ പാപത്തിൻ്റെ ആ യോഗ്യതകൾ, ആ കുരിശുമരണത്തിൻ്റെ യോഗ്യതകൾ ഉപയോഗിച്ച് നമ്മൾക്ക് പാപമോചനം ലഭിക്കുന്നു. അതുപോലെ തന്നെ സഭയിൽ 7 കൂദാശകളും സ്ഥാപിച്ചിട്ടുണ്ട് മാർപ്പാപ്പമാർ. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഭക്തിയുടെ ആവശ്യകത എന്താണ്? അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഒരു അടുത്ത അരമണിക്കൂർ നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്തിനാണ് പരിശുദ്ധ അമ്മ? ദൈവമായ യേശുക്രിസ്തു മനുഷ്യനായി അവതരിക്കപ്പെട്ടപ്പോൾ കുരിശിൽ മരിച്ചു, 3-ാം ദിവസം ഉദ്ധാനം ചെയ്തു, 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. നമ്മൾ കർത്താവിലൂടെ നമുക്ക് ആത്മരക്ഷ ഉറപ്പാണ്. പിന്നെ എന്തിനാണ് പരിശുദ്ധ അമ്മ? അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, മരിയൻ വർഷം പ്രഖ്യാപിക്കുകയുണ്ടായി KCBC. അതിൻ്റെ പ്രപ്പോസലൊക്കെ സമർപ്പിച്ചത് മരിയൻ ഹെറാൾഡ്സ് ഓഫ് ദി ഗോസ്പൽ ഉൾപ്പെടെയുള്ള മരിയൻ സംഘടനകളാണ്. ഈ സമയം ഈ പ്രപ്പോസൽ സമർപ്പിച്ചപ്പോൾ അഭിവന്ദ പിതാക്കന്മാരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ ചർച്ച ചെയ്തതുമായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സഭയിൽ ധാരാളം തെറ്റായ പഠനങ്ങൾ ഉള്ള ഒരു കാലഘട്ടമാണ്. സഭയ്ക്ക് പുറത്തും സഭയ്ക്കകത്തേക്ക് ആ പഠനങ്ങൾ കയറാൻ ശ്രമിക്കുന്നു. അപ്പോൾ പ്രത്യേകമായിട്ട് മരിയ ഭക്തിയെക്കുറിച്ച്, മരിയൻ പ്രബോധനങ്ങളെക്കുറിച്ചും സഭയുടെ പ്രബോധനങ്ങൾ വളച്ചൊടിക്കുന്ന പല തെറ്റായ സെക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മരിയൻ മിഷൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയായ മരിയൻ പ്രബോധനം കൊടുക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ശരിയായ മരിയൻ പ്രബോധനം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, യേശുക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ ചിന്തി രക്തം ചിന്തി മരിച്ചു. അപ്പോൾ പിന്നെ പരിശുദ്ധ അമ്മയുടെ ആവശ്യകത എന്താണ്? സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഒരേ സമയം കരുണയുള്ള ദൈവവും അതേസമയം ന്യായാധിപനുമാണ്. കർത്താവ് വിശുദ്ധ ബ്രിഡ്ജറ്റിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കരുണയുള്ള ദൈവവും അതേസമയം ന്യായാധിപനുമാണ്. എന്നാൽ എൻ്റെ ജനം എൻ്റെ കരുണയെക്കുറിച്ച് മാത്രമാണ് എപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പിതാവായ ദൈവത്തിൻ്റെ പക്കൽ മധ്യസ്ഥനായി നമുക്ക് യേശുക്രിസ്തു ഉണ്ട്. എന്നാൽ യേശുക്രിസ്തു ഒരേ സമയം കരുണയുള്ള ദൈവവും ന്യായാധിപനുമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നുണ്ട്, അവിടുന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും വചനത്തിൽ പറയുന്നുണ്ട്, അവിടുന്ന് വിധി മുഴുവൻ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ, ഒരു ക്രിസ്ത്യാനിയായ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ തെറ്റുകളും, എത്ര മാരകമായിക്കോട്ടെ ലഘുഭാവമായിക്കോട്ടെ എന്ത് തന്നെയായാലും, കുമ്പസാരം എന്ന കൂദാശയിലൂടെ അവിടുന്ന് ക്ഷമിക്കും നമ്മളോട്. എന്നാൽ ഈ ക്ഷമ, ഈ കരുണ, അത് മരണശേഷമില്ല, മരണം വരെയുള്ളൂ. മരണശേഷവും ക്ഷമിക്കുവാണെങ്കിൽ പിന്നെ ആരും നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, പരിശുദ്ധ അമ്മ ഫാത്തിമയിലെ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഓരോ മണിക്കൂറിലും ധാരാളം ആത്മാക്കൾ നരകത്തിൽ പോകുന്നത് കാണിച്ചു കൊടുത്തു. പ്രത്യേകമായി അത് ജൂലൈ 13, 1917 ജൂലൈ 13 പരിശുദ്ധമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധമ്മ നരകം കാണിച്ചു കൊടുത്തു. ഭൂമി പിളർന്ന് നരകം കാണിച്ചു കൊടുത്തു. ആ സമയത്ത് കുട്ടികൾ കണ്ടത് ധാരാളം ആത്മാക്കൾ, ഓരോ മണിക്കൂറിലും ധാരാളം ആത്മാക്കൾ നരകത്തിൽ പോകുന്നതായിട്ട് കണ്ടു. ഇത് തന്നെ സഭയിലെ എല്ലാ വിശുദ്ധരും പറയുന്ന ഒരു കാര്യമുണ്ട്, രക്ഷിക്കപ്പെടുന്ന ആത്മാക്കൾ ചുരുക്കമാണ്. ഇത് കർത്താവ് തന്നെ പറയുന്നുണ്ട്, മക്കളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. വിശുദ്ധ അൽഫോൺസ് ലീഗോരി പറയുന്ന ഒരു കാര്യമുണ്ട്, ദ മേഴ്സി ഓഫ് ഗോഡ് ഈസ് ഇൻഫിനിറ്റ് ബട്ട് ഹിസ് ആക്ട്സ് ഓഫ് മേഴ്സി ഈസ് ഫൈനൈറ്റ്. അതായത് കർത്താവ് അനന്തമായ കാരുണ്യവാനാണ്, എന്നാലും അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിമിതമാണ്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ, ദൈവം ഒരേ സമയം രക്ഷകനും ന്യായാധിപനും ആയതുകൊണ്ട്
മരണത്തിന് ശേഷം പിന്നെ ക്ഷമയില്ല. ഒരു വ്യക്തി ഒരു മാരകപാപത്തിൽ പോലും മരിച്ചാൽ ആ വ്യക്തി പിന്നീട് പോകുന്നത് നരകത്തിലേക്കാണ്. വിശുദ്ധ അൽഫോൺസ് ലിഗോരി പ്രിപ്പറേഷൻ ഫോർ ഡെത്ത് എന്ന പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു കുറ്റവാളിയെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. മരണശിക്ഷയ്ക്ക് വിധിച്ച ഈ കുറ്റവാളി മരിക്കുന്നതിന് കുറച്ച് മണിക്കൂർ മുമ്പായിട്ട് അദ്ദേഹത്തിന് കുമ്പസാരിക്കാൻ അവസരം കിട്ടി. ഈ കുമ്പസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം നല്ലൊരു കുമ്പസാരം നടത്തി. അപ്പോൾ ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ വ്യക്തി മരിക്കും, നല്ല മരണം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചു. ഈ കുമ്പസാരിച്ച് ഒരുങ്ങിയതിന് ശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തെ വധിക്കും. ഈ മണിക്കൂറുകൾക്കിടയിൽ അദ്ദേഹം ഒരു സ്ത്രീയെ ആസക്തിയോടെ നോക്കി. വേറെ ഒന്നും ചെയ്തില്ല, വേറെ വലിയ പരിപാടികളൊന്നും ചെയ്തില്ല. ഒരു പാപം സഭ പഠിപ്പിക്കുന്നത് നമുക്ക് ചിന്തയിൽ മാരകപാപം ചെയ്യാം, സംസാരത്തിൽ മാരകപാപം ചെയ്യാം, പ്രവൃത്തിയിൽ മാരകപാപം ചെയ്യാം. എന്നാൽ ഇദ്ദേഹം അവിടെ ചെയ്തത് ആ നോട്ടത്തിലൂടെയും ചിന്തയിലൂടെയും ആ ഒരൊറ്റ മാരകപാപം ചെയ്തു. അതിനുശേഷം അദ്ദേഹം മരിച്ചു. വിശുദ്ധൻ പറയുന്നത് ആ വ്യക്തി എന്നേക്കുമായി നരകത്തിൽ പോയി. ഇത് വിശുദ്ധന് വെളിപ്പെട്ട് കിട്ടിയൊരു കാര്യമാണ്. ഇദ്ദേഹം അൽഫോൺസ് ലിഗോരി എന്ന് പറയുന്നത് വിശുദ്ധനാണ്, സഭയുടെ വേദപരംഗതനാണ്, ഡോക്ടർ ഓഫ് ദ ചർച്ചാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് അവിടുത്തെ ശിക്ഷയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മനസ്സിലാക്കിയാൽ മാത്രമേ അവിടുത്തെ കരുണയുടെ വില നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. മനുഷ്യൻ്റെ ഒരു പ്രശ്നമുണ്ട്. മനുഷ്യനെ എല്ലാം ഇങ്ങനെ ചുമ്മാ വായിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവനൊരു വിലയുണ്ടാവില്ല. പക്ഷെ അവൻ കഷ്ടപ്പെട്ട് നേടിയെടുക്കുമ്പോൾ അതിനൊരു വിലയുണ്ടാവും. അതുപോലെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമുക്ക് ധാരാളം കേട്ടിട്ടുണ്ട്, ധാരാളം പ്രസംഗങ്ങളിൽ ധാരാളം കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഓ ഡെസ്പറേറ്റ് ഹോപ്പ്, ബിക്കോസ് ഓഫ് യു so many are going to hell. ഓ ദൈവത്തിൻ്റെ അനന്ത കാരുണ്യമേ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആശ്രയമേ, നിന്നിലുള്ള തെറ്റായ വിശ്വാസം മൂലം ധാരാളം ആത്മാക്കൾ നരകത്തിൽ പോകുന്നു. നമ്മൾ നേരെ തിരിച്ചാ കേട്ടേക്കണം അല്ലേ? ദൈവം കരുണാമയനായതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെടും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ കരുണയെ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. അപ്പോൾ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ചാണെങ്കിലും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും കറക്റ്റായിട്ട് മനസ്സിലാക്കണം. വീണ്ടും റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കാരുണ്യം എന്നതുപോലെ അവിടുത്തെ കാഠിന്യവും നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യം എന്ന പോലെ അവിടുത്തെ കാഠിന്യവും നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. വീണ്ടും കർത്താവ് ശിഷ്യന്മാരോട് സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കും. അപ്പോൾ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യമില്ലാതെ കരുണയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ആശ്രയിക്കുന്നെങ്കിൽ, നേരത്തെ വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞ പോലെ, ബിക്കോസ് ഓഫ് ഡെസ്പറേറ്റ് ഹോപ്പ് so many will go to hell. ഇത് തന്നെ വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറഞ്ഞിട്ടുണ്ട്, ബിക്കോസ് ഓഫ് ഗോഡ്സ് മേഴ്സി so many are going to hell. ദൈവത്തിൻ്റെ കരുണ മൂലം ധാരാളം പേർ നശിക്കുന്നു. നമ്മൾ നേരെ തിരിച്ചാൽ കേട്ടേക്കണേ, ദൈവത്തിൻ്റെ കരുണ മൂലം ധാരാളം പേർ രക്ഷപ്പെടുന്നു എന്നാണ് കേട്ടേക്കണേ. പക്ഷേ വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറഞ്ഞേക്കുന്നത് ബിക്കോസ് ഓഫ് ഗോഡ്സ് മേഴ്സി, ദൈവത്തിൻ്റെ കരുണ മൂലം ധാരാളം പേർ നശിക്കുന്നു. അതെന്താ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കരുണയെ ദുർവിനിയോഗം ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ? കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കിയില്ലേ? കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അറിയുകയില്ല. ഒന്ന് ഓർക്കണം, പിശാചുകളെ പുറത്താക്കുന്നതും അത്ഭുതം പ്രവർത്തിക്കുന്നതും ഒരിക്കലും ഒരു സാധാരണ മനുഷ്യരായിരിക്കില്ല. ഒന്നെങ്കിൽ വചനപ്രഘോഷകരായിരിക്കാം, അല്ലെങ്കിൽ പുരോഹിതരായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം. പക്ഷെ അവരോട് പോലും കർത്താവ് അവസാനം പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതിൻ്റെ കാരണം ഇതാണ്, എന്തെല്ലാം നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെയ്താലും മരണസമയം മാരക പാപത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ ആ വ്യക്തി ഒരു കാരണവശാലും സ്വർഗത്തിൽ പോവുകയില്ല. അത് ദൈവം കയറ്റാത്തതുകൊണ്ടല്ല. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത് ഇതാണ്, ഒരു മാരകപാപത്തിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ അവന് മുമ്പിൽ ദൈവം സ്വർഗം തുറന്നിട്ട് കൊടുത്താൽ പോലും
അവന് കയറാൻ സാധിക്കില്ല. കാര്യം അവൻ്റെ മനസ്സ് തിന്മയിൽ ഉറച്ചതാണ്. ഒരു സംഭവം കൂടി പറയാം. ഇതിന് ശേഷം ആ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കരുണയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. വിശുദ്ധ ലേണാർഡ് ഓഫ് പോർട്ട്മോറിസ്, അദ്ദേഹത്തിൻ്റെ തിരുനാൾ നവംബർ 26 അദ്ദേഹം എഴുതിയ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണ് എന്ന പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ 2 ബ്രദേഴ്സ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും അതിൻ്റെ പരിണിതഫലമായ ശിക്ഷയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ കേട്ടിട്ട് ഒരു സ്ത്രീ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കും. ഈ മരിച്ച സ്ത്രീ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഈ സ്ത്രീക്ക് ജീവൻ തിരിച്ചു കിട്ടും. അപ്പോൾ ഈ സ്ത്രീയോട് ചോദിക്കും, ഈ സമയത്ത് എന്താണ് സംഭവിച്ചത്, ഇതിനിടയ്ക്കുള്ള സമയത്ത് എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഈ സ്ത്രീ പറയും, മരിച്ചതിന് ശേഷം എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ന്യായാധിപ സംഘത്തിന് മുമ്പിലെത്തി. ആ മണിക്കൂറിൽ ലോകമെമ്പാടും 60,000-ലധികം ആളുകൾ മരിച്ചിരുന്നു. ആ മണിക്കൂറിൽ ലോകം മുഴുവനിലും 60,000-ലധികം ആളുകൾ മരിച്ചിരുന്നു. ആ മണിക്കൂറിൽ മരിച്ചവരിൽ ആരെയും ദൈവം നേരിട്ട് സ്വർഗത്തിലേക്ക് അയച്ചില്ല. ഇപ്പോൾ നമ്മൾ സഭ പഠിപ്പിക്കുന്നതാണ്, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തനത് വിധിയുണ്ട്. ആ തനത് വിധിയുടെ സമയത്ത് ദൈവം പാപവും പാപത്തിന് കടങ്ങളും ഇല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് അയക്കും. പാപമില്ല, കടങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തേക്ക് അയക്കും. എന്നാൽ പാപവും മാരകപാപത്തിലാണ് മരിച്ചതെങ്കിൽ ആ വ്യക്തിയെ നരകത്തിലേക്ക് അയക്കും. അപ്പോൾ ആ മണിക്കൂറിൽ മരിച്ചവരിൽ പാപവും പാപത്തിൻ്റെ കടങ്ങളും ബാക്കിയുള്ളതായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അതായതുകൊണ്ട് ആ മണിക്കൂറിൽ ആരെയും ദൈവം നേരിട്ട് സ്വർഗത്തിലേക്ക് അയച്ചില്ല. 2 പേരെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് അയച്ചു. ഒന്ന് ഓർക്കണം, 17-ാം നൂറ്റാണ്ടിൽ ഒരു മണിക്കൂറിൽ 60,000-ലധികം ആളുകൾ മരിച്ചപ്പോൾ 2 പേരെ ദൈവം ശുദ്ധീകരണ സ്ഥലത്തേക്ക് അയച്ചു. ആ മണിക്കൂറിൽ ആരും നേരിട്ട് സ്വർഗത്തിൽ പോയില്ല. ബാക്കി എല്ലാവരെയും താഴേക്ക് തട്ടി, അതായത് എങ്ങോട്ട് പോയി? നരകത്തിലേക്ക് അയച്ചു. ഇത് വിശുദ്ധ ലേണാർഡ് ഓഫ് പോർട്ട്മോറിസ് പറഞ്ഞിരുന്ന സംഭവമാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഈ പറഞ്ഞതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും ദൈവം ന്യായാധിപനാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് തോന്നാം, ഇപ്പോൾ വിശുദ്ധ മാർഗരേറ്റ മേരി അൽക്കോക്കിന് ഈശോ 17-ാം നൂറ്റാണ്ടിൽ പ്രത്യക്ഷപ്പെട്ട് തിരുഹൃദയ ഭക്തി കൊടുത്തു. അതുപോലെ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ദിവ്യകാരുണ്യ ഭക്തി കൊടുത്തു. ഈ ഭക്തിയിലെല്ലാം പറയുന്നത് തിരുഹൃദയ ഭക്തിയും ദിവ്യകാരുണ്യ ഭക്തിയും ചെയ്യുന്നവർക്ക്, അതിൽ പങ്കെടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആ ഭക്തകൃത്യം അഭ്യസിക്കുന്നവർക്ക് മരണസമയം മുതൽ ഞാൻ കരുണയുള്ള ദൈവമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ആ വ്യക്തികളെ ഒരിക്കലും മാരക പാപത്തിൽ മരിക്കാൻ ദൈവം അനുവദിക്കില്ല. ആ ഒരു പ്രത്യേക ഡിവോഷൻ പാലിക്കുന്നവർക്ക് മാത്രമാണ് കേട്ടോ ഇത്. ആ ഒരു പ്രത്യേക ഡിവോഷൻ പാലിക്കുന്നവർക്ക് മാത്രം മരണസമയത്ത് അവിടുന്ന് ന്യായാധിപനായിരിക്കും. ആ സമയത്ത് അവിടുന്ന് മരണസമയത്ത് കരുണയുള്ള ദൈവമായിരിക്കും. അവിടുന്ന് അവർക്ക് കുമ്പസാരിക്കാനുള്ള കൃപ കൊടുക്കും. കുമ്പസാരിച്ച് നല്ല കൃപയുടെ അവസ്ഥയിലല്ലാണ്ട് മരിക്കാൻ അവിടുന്ന് അനുവദിക്കില്ല. എന്നാൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒഫീഷ്യലായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ അമ്മയാണ്. ആ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കേട്ടത് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും നരകത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെയാണ് കേട്ടതെങ്കിൽ ഇനി കേൾക്കാൻ പോകുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. നമ്മുടെ നിത്യസഹായ മാതാവിൻ്റെ നൊവേനയിൽ പലരും കേട്ടിട്ടുണ്ടാവും. നിത്യസഹായ മാതാവിൻ്റെ നൊവേന, അതിൽ ഒരു വാക്യം പറയുന്നുണ്ട്, പരിശുദ്ധ മറിയമേ, നിന്നിലുള്ള എൻ്റെ ആശ്രയം എൻ്റെ നിത്യരക്ഷയുടെ അച്ചാരമാണ്. ഇത് കേട്ടിട്ടുണ്ടോ? പലരും കേട്ടിട്ടുണ്ടാവും. കാര്യം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നൊവേനയാണ് നിത്യസഹായ മാതാവിൻ്റെ നൊവേന. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ശതമാനം ആളുകളും കേട്ടിട്ടുണ്ടാവും. നിന്നിലുള്ള എൻ്റെ ആശ്രയം എൻ്റെ നിത്യരക്ഷയുടെ അച്ചാരമാണ്. ഇത് അൽഫോൺസ് ലിഗോരി സ്ഥാപിച്ച റിഡംട്രിസ് അച്ഛന്മാർ എഴുതിയ നൊവേനയാണ്. അതുകൊണ്ടാണ് ആ ഒരു വാക്യം അതിൽ വന്നത്. മാത്രമല്ല ഇത് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വലിയൊരു രഹസ്യമാണ്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയിൽ വലിയ ഒരു രഹസ്യം അടങ്ങിയിട്ടുണ്ട്. ഈ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നവൻ
വെളിപ്പെട്ട് ലഭിക്കുന്നവൻ ഭാഗ്യവാൻ. ലൂസി മോൺഫോർട്ട് വീണ്ടും പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പറയുന്നു, എൻ്റെ മണവാട്ടി മുദ്രിതയാണ്. ആ മുദ്ര ഞാൻ ആർക്ക് തുറന്നു കൊടുക്കുന്നുവോ അവർക്ക് മാത്രമേ ആ കൃപയാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നിത്യരക്ഷയുടെ അച്ചാരമാണ് എന്നുള്ളത് സഭയിലെ വലിയൊരു രഹസ്യമാണ്. വീണ്ടും വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പറയുന്നൊരു കാര്യമുണ്ട്, പിശാച് ഒരു പരിധി വരെ ദൈവത്തെക്കാളും ഉപരി മറിയത്തെ ഭയപ്പെടുന്നു. നമ്മളൊന്ന് ഓർത്ത് നോക്കണം, ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ത്രിയേക ദൈവം. ഈ ത്രിയേക ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതയാണ് പരിശുദ്ധാമ്മ. പക്ഷെ ഇവിടെ പറയുന്നത് പിശാച് ദൈവത്തെക്കാളും ഉപരി മറിയത്തെ ഭയപ്പെടുന്നു. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. നമുക്കിതിൻ്റെ ഏറ്റവും ആദ്യം തൊട്ട് പോവാം. ഇപ്പോൾ നമ്മൾ ABCD ഒക്കെ പഠിക്കുമ്പോൾ ആദ്യം വേർഡ്സ് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് ABCD പഠിക്കും, നമ്പേഴ്സ് പഠിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ആദ്യം 1, 2, 3 ഒക്കെ പഠിക്കും. അതിനുശേഷമാണ് പിന്നെ സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിക്കണേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യമേ തൊട്ട് പോകാം, ആദത്തിലെയും ഹവയിലേക്ക് പോവാം. അവിടെ നിന്ന് തുടങ്ങാം, അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ദൈവം ആദത്തിനെയും ഹവയും സൃഷ്ടിച്ചത് ഏറ്റവും പരിപൂർണമായ അവസ്ഥയിലാണ്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. ആദത്തെയും ഹവയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ജനിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവുണ്ടോ? ഇല്ല, നമ്മൾ പാപത്തിലാണ് ജനിക്കണേ. മാമോദീസയിലൂടെ മാത്രമാണ് നമുക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നത്. അപ്പോൾ ആദത്തെയും ഹവയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അവർ പൂർണ്ണ അവസ്ഥയിലായിരുന്നു, വരപ്രസാദത്തിൻ്റെ പൂർണ്ണ അവസ്ഥയിലായിരുന്നു. അവർ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും മരിക്കില്ലായിരുന്നു. അവർ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ മാത്രമല്ല നമ്മളും മരിക്കില്ലായിരുന്നു. ഇപ്പം നമ്മളെല്ലാവരും ഇല്ലേ, ഒരു കുട്ടി ഉണ്ടാവണു, കുറേ നാൾ കഴിയുമ്പോൾ മരിക്കണു, ഇതെന്ത് പരിപാടിയാണ്, അന്നാ പിന്നെ ഇതിനെ ഉണ്ടായത് ഇല്ലേ. നമ്മളെല്ലാവരും ജനിക്കുന്നുണ്ട്, കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ മരിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ എന്തിനാണ് ഉണ്ടായത്? ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഇതായിരുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്നേക്കുമായിട്ട് ദൈവത്തോടൊപ്പം ജീവിക്കാനാണ്. മരണം കടന്നു വന്നത് ആദത്തിൻ്റെയും ഹവയുടെയും പാപത്തിലൂടെയാണ്. ആദവും ഹവയും പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മളിൽ രോഗങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പം നമുക്കറിയാം, രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കും നമ്മൾക്ക് സഹനങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. മനുഷ്യനിൽ ദുർഗന്ധങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലുള്ള ദുർഗന്ധങ്ങൾ, മനുഷ്യ ശരീരത്തിലുള്ള ദുർഗന്ധങ്ങൾ, ഇതെല്ലാം പാപത്തിൻ്റെ പരിണത ഫലമായിട്ട് വന്നതാണ്. അപ്പോൾ ഇത്രത്തോളം അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട്, സ്ത്രീകൾ വേദനയോടെ കുട്ടികളെ പ്രസവിക്കുന്നു. അത് പാപത്തിന് ശേഷമാണ്. പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ അതുണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചത്, ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചത് നമ്മുടെ ആദ്യ മാതാപിതാക്കളുടെ പാപം നിമിത്തമായതുകൊണ്ട് ഈ പാപത്തിന് കാരണക്കാരനായ പിശാചിനോട് ദൈവം പറയുന്ന ഒരു പ്രതികാര വചനമുണ്ട്. ഉൽപ്പത്തി 3:15 പറയുന്നുണ്ട്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. നമ്മുടെ ബൈബിളിലുള്ള ഒരു വചനമാണ്. ഇപ്പോൾ കുറച്ചും കൂടി വ്യത്യസ്തമായി വിശുദ്ധ ജെറോം എഴുതിയ ലാറ്റിൻ വൾഗേറ്റ് ബൈബിളിൽ പറയുന്നുണ്ട്, ഇതേ വചനം തന്നെ അവസാനം പറയുന്നത് ഏതാണ്? അവൾ നിന്റെ തല തകർക്കും എന്ന് പറയുന്നുണ്ട്. അത് രണ്ടിൻ്റെയും അർത്ഥം സത്യത്തിൽ ഒരു വ്യത്യാസമില്ല, കറക്റ്റാണ്, ഒരേപോലെ തന്നെയാണ്. അതിൻ്റെ ആ അവൾ നിന്റെ തല തകർക്കുന്നതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ അമ്മ സാത്താൻ്റെ തല തകർക്കുന്നത് സ്വന്തം യോഗ്യത ഉപയോഗിച്ചല്ല, പുത്രൻ കുരിശുമരണത്തിലൂടെ നേടിയ യോഗ്യതകൾ ഉപയോഗിച്ചാണ് പരിശുദ്ധ അമ്മ സാത്താൻ്റെ തല തകർക്കുന്നത്. അപ്പോൾ ഈ ഉൽപ്പത്തിയിൽ ഇങ്ങനെ ദൈവം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിശാചിനോട് പറയുന്നു, നീ ഒരു സ്ത്രീയിലൂടെയാണ് ഈ ലോകത്തെ നശിപ്പിച്ചത്. പാപം തുടങ്ങി വെച്ചത് ഹവ്വായാണ്, ആദമല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, സ്ത്രീ വഞ്ചിക്കപ്പെട്ടു, എന്നാൽ പുരുഷൻ വഞ്ചിക്കപ്പെട്ടിട്ടില്ല. ആദ്യം സ്ത്രീയാണ് വഞ്ചിക്കപ്പെട്ടത്. റോമാക്കാർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, ആദവും ക്രിസ്തുവും എന്നൊരു ഹെഡിങ് ഉണ്ട്. ആദത്തിന് പകരമാണ് ക്രിസ്തു, ഹവ്വായ്ക്ക് പകരമാണ് പരിശുദ്ധ അമ്മ. രണ്ടാം ഹവ്വ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. നമ്മൾ പരിശുദ്ധരാക്കി പ്രാർത്ഥന ചെല്ലുന്നുണ്ട്, ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ ഇതാ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് ഹവ്വായ്ക്ക് പകരമായിട്ടാണ്, രണ്ടാം ഹവ്വായാണ്. ആദ്യത്തെ ഹവ്വായുടെ മക്കളായതുകൊണ്ടാണ് നമ്മൾ പാപത്തിൽ ജനിക്കുന്നതെങ്കിൽ ഈ രണ്ടാമത്തെ ഹവ്വായുടെ മക്കളാകുമ്പോൾ മാത്രമേ നമ്മൾക്ക് പരിശുദ്ധാത്മാവിലൂടെ ജനനം ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ദൈവം അവിടെ ഉൽപ്പത്തി 3:15 ഒരു പ്രതികാര വചനം പിശാചിനോട് പറയുന്നുണ്ട്,
നീ ഒരു സ്ത്രീയിലൂടെ ഈ ലോകത്തെ മുഴുവൻ നശിപ്പിച്ചെങ്കിൽ ഞാൻ ഒരു സ്ത്രീയിലൂടെ തന്നെ ലോകത്തെ രക്ഷിക്കും. എന്നാൽ ആ രക്ഷ സാധ്യമാകുന്നത് പരിശുദ്ധ അമ്മ സ്വയം ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, തൻ്റെ പുത്രൻ കുരിശുമരണത്തിലൂടെ നേടിയ എല്ലാ യോഗ്യതകളും പരിശുദ്ധ അമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. ഇനി നമുക്ക് കർത്താവ് എങ്ങനെയാണ് നമ്മളെ കുരിശുമരണത്തിലൂടെ രക്ഷിച്ചത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു വ്യക്തി ഒരു മാരകപാപം ചെയ്യുമ്പോൾ നിത്യനായ ദൈവത്തിനെതിരെ ആണ് മാരകപാപം ചെയ്യുന്നത്, അല്ലേ? ദൈവത്തിന് ജനനവുമില്ല മരണവുമില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനെ പിടിച്ചൊരു അടി കൊടുത്തു എന്ന് വെച്ചോ. ഞാൻ ചിലപ്പോൾ ഒരു 2-3 മാസം ആ കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനൊരു 2-3 മാസം ജയിലിൽ കിടക്കും. ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ പിടിച്ചടിച്ചാലോ ചിലപ്പോൾ ഒരു 6 വർഷത്തോളം ചിലപ്പോൾ ജയിലിൽ കിടന്നു വരും, അല്ലേ? അപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്യുന്നത് ഏത് വ്യക്തിക്കെതിരായിട്ടാണോ അതിനനുസരിച്ചായിരിക്കും അവൻ്റെ ശിക്ഷ. അപ്പം ഞാൻ നിത്യനായ ദൈവത്തിനെതിരെ, ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ജനനവുമില്ല മരണവുമില്ല, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. അപ്പം ഞാൻ നിത്യനായ ദൈവത്തിനെതിരെ അറിഞ്ഞുകൊണ്ട് ഒരു മാരകപാപം ചെയ്യുമ്പോൾ അതിന് ഒരൊറ്റ മാരകപാപം മതി, അതിന് കിട്ടുന്ന ശിക്ഷയാണ് നിത്യ നരകം. ഇതിന് പകരം വയ്ക്കാനാണ് ക്രിസ്തു തൻ്റെ നിത്യമൂല്യമുള്ള രക്തം നൽകിയത്. ഇപ്പോൾ നമ്മളെല്ലാവരും ചെറുപ്പം തൊട്ട് കേൾക്കുന്നുണ്ട് ക്രിസ്തു കുരിശുമരണത്തിലൂടെ നമ്മളെ രക്ഷിച്ചു. അതെങ്ങനെ രക്ഷിച്ചത്? ക്രിസ്തു തൻ്റെ നിത്യമൂല്യമുള്ള രക്തം നൽകി. നമ്മൾ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളിൽ ചൊല്ലുന്നുണ്ട്, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോമിശിഹാ കർത്താവിൻ്റെ വില തീരാത്ത തിരിച്ചോരയെ കുറിച്ച്. ഈ വില തീരാത്ത തിരിച്ചോര ആർക്കൊക്കെ ഉണ്ട്? ഇത് ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. കാര്യം അത് ദൈവത്തിൻ്റെ രക്തമായതുകൊണ്ടാണ് വില തീരാത്ത തിരിച്ചോരയായി മാറിയത്. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നുണ്ട്, ലോകം മുഴുവൻ്റെയും, അതായത് ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവുമുള്ള ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ക്രിസ്തുവിന് ഒരു തുള്ളി രക്തം ചിന്തിയാൽ മതിയായിരുന്നു. ഒരു തുള്ളി. കാര്യം ആ ഒരു തുള്ളിയിൽ തന്നെ നിത്യമൂല്യമുണ്ട്. ഇപ്പോൾ അത് ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു തുലാസ് എടുക്കുക. നമുക്കറിയാം തുലാസ്, അല്ലേ? തുലാസ് കണ്ടിട്ടില്ലേ? പണ്ടൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ പച്ചക്കറി കടയിലൊക്കെ തുലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ ഡിജിറ്റലായി മാറി. ഇപ്പോൾ നമ്മുടെ നീതിപീഠം ജഡ്ജി അല്ലെ, കോടതികളിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു തുലാസ് പോലെ. ഒരു തുലാസ് എടുത്തിട്ട് ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഒരു തുലാസിൻ്റെ ഒരു സൈഡിൽ വെക്കുക. ക്രിസ്തുവിന് മുമ്പും മരണം വരെ, ലോകാവസാനം വരെയുള്ള മനുഷ്യൻ ചെയ്യാൻ പോകുന്ന എല്ലാ പാപങ്ങളും തുലാസിൻ്റെ ഒരു സൈഡിൽ വെക്കുക. തുലാസിൻ്റെ മറ്റേ സൈഡിൽ ക്രിസ്തുവിൻ്റെ ഒരു തുള്ളി രക്തം വെക്കുക. എപ്പോഴും അത് താഴ്ന്നിരിക്കുന്നത് ആ ഒരു തുള്ളി രക്തം വെച്ച തുലാസായിരിക്കും. കാര്യം ആ ഒരു തുള്ളി രക്തത്തിന് വരെ നിത്യമൂല്യമുണ്ട്. എന്നാൽ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി അവിടുന്ന് അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തി. അവിടുന്ന് ഒരു തുള്ളിയാണ് ചിന്തിയത്? അല്ല, നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി അവിടുന്ന് അവസാന തുള്ളി രക്തം വരെ ചിന്തി. അപ്പോൾ നമ്മൾ കുരിശുമരണത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കേണ്ടത് അവിടുത്തെ നിത്യമൂല്യമുള്ള തിരുരക്തം മറുവിലയായിട്ട് നൽകിയപ്പോഴാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത്. നിത്യമായ നരകത്തിന് പകരമായിട്ട് നിത്യമൂല്യമുള്ള രക്തം നൽകി. അങ്ങനെയാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത്. എന്നാൽ അവിടുന്ന് തൻ്റെ കുരിശുമരണത്തിലൂടെ നേടിയ എല്ലാ യോഗ്യതകളും പരിശുദ്ധ അമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ബെർണാഡ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് വലിയൊരു രഹസ്യമാണ്. ഈ പറയുന്നൊരു കാര്യം വലിയൊരു രഹസ്യമാണ്. ക്രിസ്തു കുരിശുമരണത്തിലൂടെ നേടിയ എല്ലാ യോഗ്യതകളും പരിശുദ്ധ മറിയത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇപ്പോൾ ഉൽപ്പത്തി കണ്ടു. ഉൽപ്പത്തിയിൽ അവിടുന്ന് പ്രതികാര വചനം പറയുന്നത് കണ്ടു. ഇതിനുശേഷം ദൈവം തൻ്റെ ജനത്തെ തിരഞ്ഞെടുത്തു, ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തു. കാലങ്ങൾക്ക് ശേഷം ആ ഇസ്രായേൽ ജനത്തിൽ നിന്ന് അവിടുന്ന് രക്ഷകൻ ജനിച്ചു. കുരിശുമരണം നടത്തി. നമുക്ക് കുരിശിൻ ചുവട്ടിലേക്ക് പോവാം. കുരിശിൻ ചുവട്ടിൽ അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് 7 വാക്യങ്ങൾ പറയുന്നുണ്ട്. ഈ 7 വാക്യങ്ങളും അതിനിഗൂഢ സത്യങ്ങളാണ്. 7 വാക്യങ്ങൾ എന്ന് പറയുന്നത് അതിനിഗൂഢമായ സത്യങ്ങളാണ്. അതിലൊരു വാക്യമാണ് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഇതാ നിന്റെ അമ്മ. പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഇതാ നിന്റെ മകൻ.
അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീയിലൂടെ ലോകം മുഴുവൻ നശിച്ചെങ്കിൽ മനുഷ്യകുലത്തിന് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനിലൂടെ പുതിയൊരു അമ്മയെ നൽകുകയാണ് അവിടുന്ന്. മാത്രമല്ല അവിടെ സംഭവിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. സഭാപിതാക്കന്മാർ പറയുന്ന ഒരു വേറൊരു കാര്യമുണ്ട്. ക്രിസ്തു കുരിശുമരണത്തിലൂടെ നേടിയ എല്ലാ യോഗ്യതകളും പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുകയാണ്. വേറൊന്നിനുമല്ല, ഈ മക്കളെ രക്ഷിക്കാനുള്ള അധികാരം കൊടുക്കുകയാണ്. വീണ്ടും തൻ്റെ ശിഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നു മുതൽ ഈ അമ്മയായിരിക്കും നിന്റെ അമ്മ. അത് ഒരു ശിഷ്യന് വേണ്ടി മാത്രമല്ല, ആ ശിഷ്യനിലൂടെ എല്ലാ മക്കൾക്കും, എല്ലാ ശിഷ്യർക്കും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ അമ്മയായിരിക്കും ഇനി മുതൽ നിന്റെ അമ്മ. അപ്പോൾ ഹവ്വായിലൂടെ മനുഷ്യകുലം നശിപ്പിക്കപ്പെട്ടുവെങ്കിൽ, ഹവ്വായിലൂടെ മനുഷ്യകുലം മരണത്തിന് വിധേയപ്പെട്ടെങ്കിൽ, പരിശുദ്ധ അമ്മയിലൂടെ തിരികെ നൽകുകയാണ് ഈശോ. ഈശോ നിക്കോദെമോസിനോട് പറയുന്നുണ്ട്, രക്ഷിക്കപ്പെടുന്ന നിക്കോദെമോസ് ഒരിക്കൽ ഈശോനെ കാണാൻ പോലും പറയുന്നുണ്ട്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ ആത്മാവിലും സത്യത്തിലുമാണ് ജനിക്കേണ്ടതെങ്കിൽ പോലും അവിടെ അതിന് പിന്നിൽ വേറൊരു രഹസ്യമുണ്ട്. നീ ഹവ്വായുടെ മകനാണെങ്കിൽ നീ പരിശുദ്ധ അമ്മയുടെ മകനായിരിക്കണം. അവിടെ ഒരു സ്പിരിച്വൽ റീബർത്ത്, ഒരു ആത്മീയ ജനനം സംഭവിക്കണം. അവിടെ ആത്മീയ ജനനം സംഭവിച്ചാൽ മാത്രമേ ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ കൊടുത്തിരിക്കുന്ന കുരിശുമരണത്തിൻ്റെ യോഗ്യതകൾ ഉപയോഗിച്ച് അവിടുന്ന് അമ്മയ്ക്ക് നമ്മൾ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാ യോഗ്യതകളും, കുരിശുമരണത്തിലൂടെ നേടിയ എല്ലാ യോഗ്യതകളും പരിശുദ്ധ അമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം നിത്യനാണ് അല്ലേ? ദൈവം ജനനവുമില്ല മരണവുമില്ല, ദൈവം ഇൻഫൈനൈറ്റ് ആണ്. നിത്യനായ ദൈവത്തിൻ്റെ അമ്മയായതിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് ആ സ്ഥാനം നിത്യമായി ലഭിച്ചു. ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മുടെയൊക്കെ മാതാപിതാക്കളുണ്ട്, നമുക്ക് മക്കളുണ്ട്. നമ്മളുടെ മരണശേഷം നമ്മൾ സ്വർഗത്തിൽ പോയി ചെയ്യുന്നാൽ ഈ ബന്ധം തന്നെയായിരിക്കും അവിടെ ഉള്ളത്? അല്ല. നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും സ്വർഗത്തിൽ നമ്മുടെ മാതാപിതാക്കളായിരിക്കില്ല, നമ്മുടെ മാതാപിതാക്കളുടെ മക്കളായിരിക്കില്ല നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്കും ഈ ആനുകൂല്യം ഉള്ള വേറൊരാളും കൂടിയുണ്ട്. അത് വിശുദ്ധ ഔസേപ്പിതാവാണ്. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ ഔസേപ്പിതാവാണത്. കാര്യം, തിരുക്കുടുംബം ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഈശോയ്ക്ക് മുകളിലായിട്ട് ഔസേപ്പിതാവും പരിശുദ്ധ അമ്മയും. എന്നാൽ ഔസേപ്പിതാവിന് താഴെയായിരുന്നു ദൈവം ആർക്കൊക്കെ സ്ഥാനം കൊടുത്തത്? ഈശോയ്ക്കും മാതാവിനും. കാരണം എന്താ? കുടുംബനാഥൻ എന്ന നിലയ്ക്ക്. അപ്പോൾ വിശുദ്ധരുടെയും സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ നിത്യനായ ദൈവത്തിൻ്റെ മാതാപിതാക്കളായതിലൂടെ അവർക്ക് ആ സ്ഥാനം നിത്യമായി ലഭിച്ചു. ഉദാഹരണം, നമ്മൾ മരിച്ച് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അപ്പനമ്മയായിരിക്കില്ല, നമ്മുടെ മക്കൾ നമ്മുടെ മക്കളും ആയിരിക്കില്ല. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സ്വർഗത്തിൽ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും. പക്ഷേ എന്നാൽ ഈശോ മറിയ ഔസേപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതിലും ശ്രേഷ്ഠമാണ്. പക്ഷേ ആ സ്ഥാനത്തിന് ഒരു മാറ്റമില്ല. കാര്യം, നിത്യനായ ദൈവത്തിൻ്റെ മാതാപിതാക്കളായതിലൂടെ അവർക്ക് ആ സ്ഥാനം നിത്യമായി ലഭിച്ചു. അതായത് സ്വർഗത്തിൽ നേരത്തെ പറഞ്ഞ പോലെ രക്ഷകനും ന്യായാധിപനുമായ ദൈവം, ഈ ദൈവത്തിൻ്റെ മുകളിൽ തന്നെയാണ് മദർ ഓഫ് ഗോഡ്. സഭയിലെ ഏറ്റവും ഒരു ആദ്യത്തെ വിശ്വാസ പ്രഖ്യാപന സത്യമാണ് മാതാവിനെ കുറിച്ചുള്ള ദൈവമാതാവ്. പല വിശുദ്ധരുടെ അഭിപ്രായത്തിൽ ഔസേപ്പിതാവിനെ കുറിച്ചും ഇത് ഭാവിയിൽ വരും എന്ന് പല വിശുദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ദൈവമാതാവ്, ദൈവത്തിൻ്റെ മുകളിലാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇപ്പോഴും സ്ഥാനം ദൈവം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഔസേപ്പിതാവിന് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും മുകളിലാണ്. കാര്യം വെച്ചാൽ തിരുക്കുടുംബം ആയിരുന്നപ്പോൾ, തിരുക്കുടുംബം ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഔസേപ്പിതാവിന് കീഴെയായിരുന്നു ദൈവം അവർക്ക് രണ്ടുപേർക്ക് സ്ഥാനം കൊടുത്ത പോലെ ആ സ്ഥാനം അദ്ദേഹത്തിന് നിത്യമായി ലഭിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് ഔസേപ്പിതാവിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത, അവൾ നിത്യനായ ദൈവത്തിൻ്റെ മാതാപിതാക്കളായതിലൂടെ അവർക്ക് ആ സ്ഥാനം നിത്യമായി ലഭിച്ചു. ഇനി നമ്മൾ തുടങ്ങിയത് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചുമാണ് തുടങ്ങിയത്. പരിശുദ്ധ അമ്മ നിത്യരക്ഷയുടെ അച്ചാരമാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ നിത്യരക്ഷയുടെ അച്ചാരമാകുന്നത്? അത് രണ്ട് രീതിയിൽ പറയാം. അതിൽ ഒരു കാരണമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ വെളിപ്പെടുത്താൻ പോകുന്നത്. മറ്റത് പറയാൻ നമുക്ക് സമയമില്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിത്യനായ ദൈവത്തിൻ്റെ മാതാപിതാക്കളാണ്, ഒരേ സമയം ദൈവം രക്ഷകനും ന്യായാധിപനുമാണ്. അപ്പോൾ
നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മരണസമയം എപ്പോഴാണെന്ന് നമുക്കറിയാൻ പാടില്ല. നമ്മുടെ മരണസമയമാകുമ്പോൾ ദൈവം നമ്മളെ വിളിക്കും. അത് മാരകപാപത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിലും വിളിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കള്ളൻ എപ്പോൾ വരുമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നിങ്ങളെപ്പോഴും ജാഗരൂകരായിരിക്കുവിൻ. അപ്പോൾ നമുക്കറിയാൻ പാടില്ല നമ്മൾ ഏത് അവസ്ഥയിലാണ് മരിക്കാൻ പോണേ, നമ്മൾ എപ്പോഴാണ് മരിക്കാൻ പോണേന്ന് അറിയാൻ പാടില്ല. എന്നാൽ ഈ ന്യായാധിപൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും മരണം വരെ ഭക്തിയുള്ള വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും മാരകപാപത്തിൽ മരിക്കാൻ അവർ അനുവദിക്കില്ല. കാര്യം ആ ന്യായാധിപൻ്റെ മേൽ അവർക്ക് അധികാരമുള്ളതുകൊണ്ട്, ഈ അധികാരം അവർക്ക് നേരിട്ട് കിട്ടിയതാണോ? അത് ആരാണ് കൊടുത്തത്? ഈശോ തന്നെയാണ് കൊടുത്തത്. അത് വിശുദ്ധൻ പറയുന്നൊരു കാര്യമുണ്ട്, അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഓംനിപൊട്ടന്റ് ബൈ നേച്ചർ, ബട്ട് അവർ ലേഡി ആൻഡ് സെയിൻറ്റ് ജോസഫ് ഈസ് ഓംനിപൊട്ടന്റ് ബൈ ഗ്രേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ സ്വർഗത്തിലും ഭൂമിയിലും പ്രപഞ്ചത്തിലുമുള്ള എല്ലാ അധികാരവും ഈശോയ്ക്കുണ്ട്, കാരണം ദൈവമായതുകൊണ്ട്. എന്നാൽ ഈ ഒരു അധികാരം പരിശുദ്ധ അമ്മയ്ക്കും ഔസേപ്പിതാവിനും ലഭിച്ചിട്ടുണ്ട്. അത് നാച്ചുറലി കിട്ടിയതല്ല, കൃപയാൽ ലഭിച്ചതാണ്. ആ സ്ഥാനം അവർക്ക് ആരാണ് കൊടുത്തത്? ഈശോ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ഒരു വ്യക്തി മരണസമയത്ത് അവൻ മാരകപാപത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ, അവൻ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യഥാർത്ഥ ഭക്തിയുള്ള ആളാണെങ്കിൽ, അവർ ഒരിക്കലും മാരകപാപത്തിൽ മരിക്കാൻ അവർ അനുവദിക്കില്ല. ഇത് സഭയിലെ ഏറ്റവും വലിയ രഹസ്യമാണ്. ധാരാളം വിശുദ്ധർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സഭയുടെ പാരമ്പര്യങ്ങളിലുള്ളതാണ്, സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഈ കാരണങ്ങൾ കൊണ്ടാണ് പരിശുദ്ധ അമ്മ 12-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉത്തരീയം നൽകുകയുണ്ടായി. ഉത്തരീയം നൽകി പറഞ്ഞുകൊണ്ടായി, ഇത് എൻ്റെ വസ്ത്രമാണ്, മരണം വരെ ഈ വസ്ത്രം ധരിക്കുന്നവർ ഒരു കാരണവശാലും നരകാഗ്നിക്ക് ഇരയായി തീരുകയില്ല. കാരണം ഈ കാരണം കൊണ്ടാണ്, ന്യായാധിപൻ്റെ അമ്മയായതുകൊണ്ട് ന്യായാധിപൻ്റെ തീരുമാനങ്ങളെ തടുത്തു നിർത്തുവാനുള്ള, ദൈവകോപത്തെ തടുത്തു നിർത്തുവാനുള്ള ആ ഒരു ആനുകൂല്യം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്, വിശുദ്ധ ഔസേപ്പിതാവിനുമുണ്ട്. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ജപമാലയിൽ ചൊല്ലുന്നുണ്ട്, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. അത് വളരെ സഭാ പ്രാർത്ഥന ചൊല്ലുമ്പോൾ വെറുതെ ഇട്ടേക്കണേ അല്ല, അതിന് വളരെ അർത്ഥമുണ്ട് അതിന്. വീണ്ടും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു പദമുണ്ട്, അഭിഭാഷക. നമുക്കെപ്പോഴും അറിയാം അഭിഭാഷകൻ എപ്പോഴാണ് ആവശ്യം. അഭിഭാഷകൻ ഒരു കോടതിയിൽ ഒരു ജഡ്ജി ഇരിക്കുമ്പോൾ, ഒരു കോടതിയിൽ ഒരു ജഡ്ജി ഉള്ളപ്പോഴാണ് അഭിഭാഷകൻ്റെ ആവശ്യം, അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ അഭിഭാഷകൻ്റെ ആവശ്യമില്ല. അപ്പോൾ കർത്താവായ ദൈവം ന്യായാധിപനാകുമ്പോൾ, യേശുക്രിസ്തു ന്യായാധിപനാകുമ്പോൾ, അവിടെ പരിശുദ്ധ അമ്മ നമുക്ക് അഭിഭാഷകയായിട്ടുണ്ടെങ്കിൽ ആ കേസ് ഒരിക്കലും തോക്കില്ല. അതിൻ്റെ അർത്ഥം ഒരു വ്യക്തി മാരകപാപത്തിൽ മരിച്ച് ദൈവത്തിൻ്റെ ന്യായാധിപ സംഘത്തിന് മുമ്പിലെത്തിയാൽ പരിശുദ്ധ അമ്മ നമ്മളോട് വാദിച്ച് ജയിപ്പിക്കുമെന്നല്ല. പരിശുദ്ധ അമ്മ നമുക്ക് അഭിഭാഷകയായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മാരകപാപത്തിൽ മരിക്കാൻ പരിശുദ്ധ അമ്മ അനുവദിക്കില്ല, വിശുദ്ധ ഔസേപ്പിതാവ് അനുവദിക്കില്ല. ഈ ആനുകൂല്യം വിശുദ്ധ ഔസേപ്പിതാവിനുമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഔസേപ്പിതാവിനെ നമ്മൾ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് വിളിക്കുന്നത്. കേട്ടല്ലേ? ഔസേപ്പിതാവിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ. അപ്പം മരണം വരെ ഈ ഭക്തിയിൽ ജീവിക്കുന്നവരാരും മാരകപാപത്തിൽ മരിക്കാൻ വിശുദ്ധ ഔസേപ്പിതാവും മാതാവും അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, മരിയൻ വർഷമായിട്ട് സഭ KCBC പ്രഖ്യാപിച്ചെങ്കിലും ഔസേപ്പിതാവിൻ്റെ വർഷം പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്കാണ്, ചിലപ്പോൾ അടുത്ത വർഷം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വർഷം മുഴുവൻ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സ്ഥാനം എന്താണ്. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മുകളിലാണ് ഔസേപ്പിതാവിന് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അത് ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലും. അപ്പോൾ അത്രത്തോളം സ്ഥാനമുള്ള വിശുദ്ധ ഔസേപ്പിതാവിനെ നമ്മൾ വേണ്ട രീതിയിൽ ബഹുമാനിക്കാറുണ്ടോ? ഔസേപ്പിതാവിനെ വേണ്ട രീതിയിൽ നമ്മൾ ബഹുമാനിക്കാറുണ്ടോ? ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വിശുദ്ധൻ, എന്നാൽ ഏറ്റവും അവഗണിക്കപ്പെട്ട വിശുദ്ധൻ. കഴിഞ്ഞ ദിവസം ഒരു മെറ്റീരിയലാണ് ദ മോസ്റ്റ് അണ്ടർ വാല്യൂഡ് സെയിൻറ്റ്. നമ്മൾ ഏറ്റവും അധികം വിശുദ്ധ യൂദാ തദേവൂസ്, വിശുദ്ധ അന്തോണീസ്, ശരിയാണ്, ഒരു വലിയ വിശുദ്ധർ തന്നെയാണ്. എന്നാൽ സ്വർഗത്തിൽ രക്ഷകനും ന്യായാധിപനുമായ ദൈവത്തിൻ്റെ മുകളിലാണ് ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് ഔസേപ്പിതാവിന് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. കാര്യം
അവരുടെ ദൈവത്തിൻ്റെ മാതാപിതാക്കളായതിലൂടെ ആ സ്ഥാനം നിത്യമായി അവർക്ക് ലഭിച്ചു. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നു വന്നത് പരിശുദ്ധ അമ്മ നിത്യരക്ഷയുടെ അച്ചാരമാണ്. പരിശുദ്ധ അമ്മയും ഔസേപിതാവും എങ്ങനെയാണ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പിക്കാൻ സാധിക്കുന്നതിനെ കുറിച്ചാണ്. ഇനി 2 ഉദാഹരണങ്ങളും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ അടുത്ത് ഒരു സ്ത്രീ കുമ്പസാരിക്കാൻ വന്നു. അപ്പോൾ സ്ത്രീ വളരെ സങ്കടത്തോടെയാണ് കുമ്പസാരിക്കാൻ വന്നത്. കുമ്പസാരിച്ചതിന് ശേഷം ആ സ്ത്രീ ഇങ്ങനെ പറയുകയുണ്ടായി, പിതാവേ, എൻ്റെ ഭർത്താവ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം മരിച്ചത് ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി ആണ് മുങ്ങി മരിച്ചത്. അപ്പോൾ സഭ പഠിപ്പിക്കുന്ന എന്താ? ഒരാൾ ആത്മഹത്യ ചെയ്താൽ ഉറപ്പായിട്ടും നരകത്തിൽ പോകും. അപ്പോൾ ഇങ്ങനെ വളരെ സങ്കടത്തോടെ പറഞ്ഞപ്പോൾ വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞു, ഇല്ല, അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ എങ്ങനെ രക്ഷപ്പെട്ടു? അദ്ദേഹം ആത്മഹത്യയാണല്ലോ ചെയ്തത്. അപ്പോൾ വിശുദ്ധ വിയാനിക്ക് പുണ്യാളനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യമുണ്ട്. ഇദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഇങ്ങനെ തോട്ടമൊക്കെ നനച്ചുകൊണ്ടിരുന്നപ്പോൾ, അപ്പോൾ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ നിരീശ്വരവാദിയെ പോലെ ഒരു ദൈവമായിട്ടൊരു ബന്ധമില്ലാണ്ട് ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ്. ഭാര്യ ആണെങ്കിൽ ഭയങ്കര ഭക്തിയായൊരു സ്ത്രീയുമാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ തോട്ടമൊക്കെ നനച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു തോന്നലുണ്ടായി. പുള്ളി ഒരു പൂ പറിച്ചിട്ട് കൊടുത്തു. ഒരു പൂ തോട്ടത്തിൽ നിന്നും പറിച്ചിട്ട് പറഞ്ഞു, എന്നാ നിൻ്റെ മാതാവിനെ ഇതങ്ങോട്ട് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. അപ്പം ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം ഭർത്താവ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയണേ. ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം ഇന്നേവരെ ഒരു ഭക്തിയില്ലാത്ത ഭർത്താവ് പെട്ടെന്ന് ഒരു പൂ പറിച്ചിട്ട് ഇന്നത് മാതാവിന് കൊടുത്തേക്ക് പറഞ്ഞു. ഭാര്യ വളരെ സന്തോഷത്തോടെ ആ പൂ കൊണ്ടുവന്ന് അവരുടെ അൾത്താരയിൽ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വെച്ചു. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രവൃത്തി ഇദ്ദേഹത്തിന് കൃപയായി മാറി. ഈ ഒരു ഒറ്റ പ്രവൃത്തി. അതിൻ്റെ അർത്ഥം നാളെ തൊട്ട് കൊന്തയില ഉണ്ടാകുന്നല്ല കേട്ടോ, പൂ മാത്രം വെച്ചാൽ മതി, മാതാവ് രക്ഷിച്ചോളൂ എന്നല്ല പറഞ്ഞു എന്നതിൻ്റെ അർത്ഥം. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പാലത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെ ചാടിയത്. ഈ വെള്ളത്തിൽ മുങ്ങി നിവരുന്ന സമയത്ത് ദൈവം അദ്ദേഹത്തിന് മാനസാന്തരത്തിനുള്ള കൃപ കൊടുത്തു. അദ്ദേഹത്തിന് കുമ്പസാരിക്കാൻ പറ്റിയില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിലെ എല്ലാ പാപങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു. ഈ പാപങ്ങൾ അനുദപിച്ചതിന് ശേഷമാണ് അദ്ദേഹം വെള്ളമൊക്കെ കുറേ കുടിച്ചു. വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് മരിച്ചത്. ഈ പാപങ്ങൾ മനസ്സുകൊണ്ട് അനുദപിച്ചതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ ഈ കൃപ സാധ്യമായത് പരിശുദ്ധ അമ്മയ്ക്ക് ആകെ ആ വ്യക്തി ചെയ്തത് ഒരു പൂ കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഒരു പൂ. അതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്നോ ഒരു നന്മ പറഞ്ഞ ഓർമ്മ ചെല്ലിന്ന് കുറച്ച് ഒരു 19 വർഷം കഴിഞ്ഞ് മാതാവിനെ രക്ഷിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. നമ്മൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം, പ്രാർത്ഥിക്കണം, ഉത്തരീയം ധരിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതേപോലെ ദൈവത്തെ പറ്റിക്കാമെന്ന് ആരും വിചാരിക്കരുത്. പരിശുദ്ധ അമ്മ നമ്മളെ രക്ഷിക്കുമെന്ന് വിചാരിച്ച് ദൈവത്തെ പറ്റിക്കാമെന്ന് ആരും വിചാരിക്കരുത്. കാര്യം ദൈവത്തെ പറ്റിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. ആരെങ്കിലും ദൈവത്തെ പറ്റിക്കാൻ ശ്രമിച്ചാൽ അവനാണ് അവസാനം മണ്ടനായി തീരാൻ പോണത്. വേറൊരു സംഭവം കൂടെ പറയാം. ഒരിക്കൽ വിശുദ്ധ ഡൊമിനിക്ക് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഒരിടത്തേക്ക് പോകുകയാണ്. പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് പെട്ടെന്നൊരു മനസ്സിലൊരു തോന്നലുണ്ടായി. ഒരു സ്ഥലത്ത് ഒരു കിണറിനടുത്തേക്ക് വന്നു. ഒരു കിണറിനടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, എലിസബത്തെ കയറി വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, കിണറ്റിൽ നിന്ന് ഒരു സ്ത്രീയുടെ തല മാത്രം കയറി വന്നു. കയറി വന്നിട്ട് ഈ കിണറിൻ്റെ വക്കത്ത് വന്ന് അങ്ങോട്ട് ഇരുന്നു. മിസ്റ്റർ ഡൊമിനിക്ക് ചോദിച്ചു, എന്താണ് നിനക്ക് സംഭവിച്ചതെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ വളരെ പാപത്തിൽ ജീവിച്ചിരുന്നൊരു സ്ത്രീയാണ്. എനിക്ക് ഒരേ സമയം 2 പുരുഷന്മാരുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. ഇതറിഞ്ഞ ഒരു ദിവസം ഈ 2 പുരുഷന്മാർ ഈ സ്ത്രീക്ക് വേണ്ടി ഏറ്റുമുട്ടി 2 പേരും പരസ്പരം കുത്തി മുറിവേൽപ്പിച്ച് 2 പേരും മരിച്ചു. ഒരേ ദിവസം 2 പേരും മരിച്ചു. ഇതറിഞ്ഞ് ഇവരുടെ 2 പേരുടെയും ബന്ധുക്കൾ വന്നിട്ട് നീ കാരണമല്ലേ ഞങ്ങളുടെ ഈ പയ്യൻ മരിച്ചതെന്ന് പറഞ്ഞ് ഈ സ്ത്രീയെയും കൊന്നു എന്ന് പറഞ്ഞാൽ അവർ ചെയ്തതാണ്, ഈ സ്ത്രീയെ വെട്ടി മുറിവേൽപ്പിച്ചു. കഴുത്തും തലയും 2ആയിട്ട് വെട്ടി 2ആയിട്ട് കിണറ്റിലേക്ക് ഇട്ടു. നമുക്കറിയാം, നമ്മുടെ കഴുത്ത് ഈ ഉടലിനോട് വേർപെട്ട് കഴിഞ്ഞാൽ കുറച്ച് നിമിഷങ്ങളെ നമുക്ക് ജീവൻ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ കഴുത്തും ഉടലും വേർപെട്ട് കിണറ്റിലേക്ക് ഇട്ടു.
എന്നിട്ടും ഈ സ്ത്രീ മരിച്ചില്ല. അപ്പോൾ ഇതിന് വിശുദ്ധൻ പറഞ്ഞൊരു കാരണം എന്ത്? ഈ സ്ത്രീ വളരെ പാപത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ പോലും ഇവർക്ക് എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അത് ആരോ എവിടുന്നോ പഠിപ്പിച്ചു കൊടുത്തതാണ്. എന്തോ അതൊരു പെർഫെക്റ്റ് ഡിവോഷൻ അല്ലെങ്കിൽ പോലും പാപത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീ ആണെങ്കിൽ പോലും എന്നും ജപമാല ചൊല്ലുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരണം വരെ പരിശുദ്ധ അമ്മയുടെ ഭക്തിയിൽ ജീവിക്കുന്നവരാരും മാരക പാപത്തിൽ മരിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ ഈ സ്ത്രീ മാരക പാപത്തിൻ്റെ അവസ്ഥയിലായതുകൊണ്ട് ഈ സ്ത്രീയെ കുമ്പസാരിച്ച് ഒരുങ്ങാണ്ട് മരിക്കാൻ മാതാവ് അനുവദിച്ചില്ല. ഒന്ന് ഓർക്കണം, കഴുത്തും ഉടലും രണ്ടും രണ്ടായിട്ടാണ് ഈ സ്ത്രീ കിണറ്റിൽ കിടന്നിരുന്നത്. ഇതറിഞ്ഞ വിശുദ്ധ ഡൊമിനിക്ക് അവരെ കുമ്പസാരിപ്പിക്കുകയും ഈ കുമ്പസാരത്തിന് ശേഷം ഈ സ്ത്രീയുടെ തല താഴേക്ക് കിണറ്റിലേക്ക് പോവുകയും അവർക്ക് നല്ല മരണം ലഭിക്കുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ സ്ത്രീയുടെ ആത്മാവ് വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എനിക്കിനി ഒരു 2-3 കുർബാനയും കൂടെ കിട്ടിയാൽ മതി, ഞാൻ ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്താണ്, ഞാൻ സ്വർഗത്തിലേക്ക് എത്തിക്കോളും. അപ്പോൾ ഈ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞത് വേറൊന്നുമല്ല, പരിശുദ്ധ അമ്മയുടെ ഭക്തി നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണ്. അതിൻ്റെ കൂടെ ചേർത്തോട്ടെ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും. ഈ രഹസ്യം അറിയാവുന്നതുകൊണ്ടാണ് പലപ്പോഴും പിശാച് നമ്മുടെ പെന്തക്കോസ്ത് സഹോദരങ്ങളെ പിടിച്ചിട്ട് പിശാച് എപ്പോഴും ശ്രമിക്കുന്നത് മാതാവിൽ നിന്നും ഔസേപ്പിതാവിൽ നിന്നും നമ്മൾ അകറ്റാനല്ല ശ്രമിക്കണേ. അവൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം എന്താ? അപ്പോൾ പിശാച് ശ്രമിക്കണേ എപ്പോഴും ഈശോയിൽ നിന്ന് അകറ്റാനല്ല ശ്രമിക്കണേ, എപ്പോഴും ശ്രമിക്കുന്നത് മാതാവിൽ നിന്നും ഔസേപ്പിതാവിൽ നിന്നും അകറ്റാൻ. നമുക്കറിയാം, നമ്മുടെ ഇവിടെ ധാരാളം പെന്തക്കോസ്ത് സഹോദരങ്ങളുണ്ട്. അവർ വീടുകളിൽ കയറി ഇറങ്ങി തെറ്റായ പ്രബോധനങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അവരെന്താ ചെയ്യണേ? ഈശോയ്ക്കെതിരെ അവരൊന്നും പറയില്ല, പക്ഷേ മാതാവിൽ നിന്നും ഔസേപ്പിതാവിൽ നിന്നും സഭയിൽ നിന്നും വിശുദ്ധരിൽ നിന്നും സഭയുടെ കൂദാശകളിൽ നിന്നും അകറ്റാനാണ് അവർ ശ്രമിക്കണേ. അപ്പോൾ ഇത് പിശാചിൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ്. പിശാച് കുടിലതിൽ നിപുണനാണ്. നമ്മൾ ഈ തന്ത്രം മനസ്സിലാക്കണം. മാത്രമല്ല സകല വിശുദ്ധരും പറയുന്ന ഒരു കാര്യമുണ്ട്, മരണം വരെ തിരുക്കുടുംബ ഭക്തിയിൽ, ഈശോ മറിയ ഔസേപ്പ്, ഈ തിരുക്കുടുംബ ഭക്തിയിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം നമുക്ക് ഭക്തി ഉണ്ടായിരിക്കാം, പക്ഷെ നാളെ അത് നഷ്ടപ്പെടായേക്കാം. ഇപ്പം നമുക്ക് ഔസേപ്പിതാവിനോടും മാതാവിനോടൊക്കെ ഭക്തി ഉണ്ടാവാം. അതിൻ്റെ അർത്ഥം മരണം വരെ ഈ ഭക്തിയിൽ ജീവിക്കണം നമുക്കൊരു ഉറപ്പില്ല. ഈ പറഞ്ഞ എൻ്റെ കാര്യത്തിൽ പോലും ഉറപ്പില്ല. കാര്യം അവിടുന്ന് വചനം പറയുന്നുണ്ട്, കൃപകളെല്ലാം നമുക്ക് മൺപാത്രങ്ങളിലാണ് നൽകിയിരിക്കുന്നത്, അതെപ്പോൾ വേണമെങ്കിലും പോവാം. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ പെർസീവറൻസ്, ഇതിൻ്റെ നിലനിൽപ്പിൻ്റെ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മരണം വരെ തിരുക്കുടുംബത്തിൻ്റെ ഭക്തിയിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മരണം വരെ ഈ ഭക്തിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നമുക്ക് ഉറപ്പിക്കാം. നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ മരിയ ഭക്തി എന്ന വിശുദ്ധ ലൂയിസ് മോൺഫോർട്ടിയുടെ പുസ്തകത്തെക്കുറിച്ചും അതിലൂടെ അദ്ദേഹം പറയുന്ന അടിമ സമർപ്പണത്തെക്കുറിച്ചുമാണ്. അതിനായി ബ്രദറിനെ ക്ഷണിക്കുന്നു. ഈ ഒരു ടോക്കിന് 5 ഭാഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം മറിയമാരാണ്, ഹൂസ് മാരി. രണ്ടാമത്തെ ഭാഗം ജോൺ പോൾ 2 മാർപ്പാപ്പ, മറിയ ഭക്തിയും. പിന്നെ മൂന്നാമത്തെ ഭാഗം വിശുദ്ധ ലൂയിസ് ടി മോൺഫോർട്ട് ആൻഡ് ട്രൂ ഡിവോഷൻ, മറിയ ഭക്തിയും. പിന്നെ മറിയ ഭക്തിയുടെ ചരിത്രത്തിലെ ഇഫക്ട്സ് എന്തൊക്കെയായിരുന്നു എന്ന്. പിന്നെ 5ാമത്തത് യഥാർത്ഥ മറിയ ഭക്തി എന്താണ് എന്ന ആയിരിക്കും 5th പാർട്ട്, 5ാമത്തെ ഭാഗം. പിന്നെ ഒരു അപ്പൻഡിക്സിൽ 2 ചെറിയ കാര്യങ്ങളും പറയാൻ പോവുകയാണ്. ഒന്ന് സദോപദേശത്തിൻ്റെ മാതാവിൻ്റെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണവും പിന്നെ ഔസേപ്പിതാവ്, 2 സ്മോൾ അപ്പൻഡിക്സ്. സോ നമുക്ക് തുടങ്ങാം. നമ്മൾക്ക് ഈ സ്ഥലം വിട്ടിട്ട് ഒന്ന് പറന്നങ്ങ് പോകാം. പരുന്തുകൾ പോലെ നമ്മൾ പറന്നിട്ട് ആകാശത്തിലേക്ക് അങ്ങ് പറന്നു പോകാം, മേഘങ്ങളിലേക്ക് നമ്മൾ പറന്നു പോകാം, സൂര്യനിലേക്ക് നമുക്ക് നോക്കാം. അവിടുന്ന് നമ്മൾ ഈ ലോകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന വിശാലമായ ഈ ഭൂമി, ഭയങ്കര വിശാലമായ ഈ ഭൂമിയിൽ പലതരത്തിലെ നിഗൂഢതകൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ലോട്ട്സ് ഓഫ് മിസ്റ്ററീസ്. അതിൽ ഒരു രഹസ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു വർഷങ്ങൾ മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു. വർഷങ്ങൾ മുമ്പ് ഐ തിങ്ക് ഇറ്റ്സ് നാഷണൽ ജോഗ്രഫിക് ചാനൽ, അതിൽ കണ്ട ഒരു വീഡിയോ. ഇത് ഒരു സബ്മെറീൻ എടുത്തിട്ട് മറീന ട്രെഞ്ചിലേക്ക് പോവുകയാണ്.
മറീനസ് ട്രെഞ്ച് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ഇറ്റ് ഈസ് ദ ഡീപ്പസ്റ്റ് ട്രെഞ്ച്, ഏറ്റവും ആഴമുള്ളൊരു പോയിൻ്റാണ് കടലിൽ. ഏകദേശം ഒരു 12 കിലോമീറ്റർ ആഴമുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും ഉയർന്നിരിക്കുന്ന ഹിമാലയൻ പർവ്വതത്തിൽ മൗണ്ട് എവറസ്റ്റ്, അതിൻ്റെ ബേസ് വെച്ച് നമ്മൾ വെട്ടിയിട്ട് അതിനെ തിരിച്ചിട്ട് നമ്മൾ ആ മറീനസ് ട്രെഞ്ചിലേക്ക് കയറ്റുവാണെങ്കിൽ ഇനിയും ഒരു 4 കിലോമീറ്റർ മുകളിൽ കടലായിരിക്കും. അത്രയും ആഴമുണ്ട് ആ ഒരു പോയിന്റിന്. അത് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ഡെപ്താണ് കേട്ടോ. അത് ശരിക്കും എത്ര ഡെപ്ത് ഉണ്ടെന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല. 12 കിലോമീറ്റർ ഉള്ളതെന്നാണ് പറയുന്നത്. സോ അങ്ങോട്ടേക്ക് ഒരു സബ്മറീൻ എടുത്ത് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അത് പ്രത്യേക ടൈപ്പ് ഒരു സബ്മറീനാണ്. എന്താന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ വെള്ളത്തിൻ്റെ പ്രഷർ കൂടിയിട്ട് ഇതിന് ക്രാക്സ് ഒക്കെ വരാം. സോ അത് സ്പെഷ്യൽ രീതിയിലായിരുന്നു നിർമ്മിച്ച് അങ്ങോട്ടേക്ക് പോയത്. അങ്ങോട്ട് പോയതിന് ശേഷം അവർക്ക് അനുഭവം ഉണ്ടാകുന്ന എങ്ങനെയാ, ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. എവിടേക്കോ ബോൾട്ട്സൊക്കെ ലൂസാവുന്ന ശബ്ദം. പിന്നെ അവർ പതുക്കെ ആഴത്തിലേക്ക് പോയി. ലൈറ്റ്സൊക്കെ ഫുൾ ബ്ലെയറിലായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? വലുതായിട്ട് കാണാൻ പറ്റുന്നില്ല. എന്താ? ഡെൻസിറ്റിയുടെ കാരണം കൊണ്ട്, ആ വെള്ളത്തിൻ്റെ കട്ടിയുടെ കാരണം കൊണ്ട് വലിയ ഡീപ്പിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് പോകുന്നില്ല. സോ അവർക്ക് അടുത്ത് വരുന്ന ജീവികൾക്ക് മാത്രമേ അവർക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ ഫോട്ടോഗ്രാഫ്സും വീഡിയോസൊക്കെ എടുത്തു. ആ വെട്ടത്തിന് മുമ്പിലൂടെ ഇങ്ങനെ പോകുന്ന മീനുകൾ മാത്രമേ അവർക്ക് ഫോട്ടോഗ്രാഫും വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അതും ഒരിക്കലും മേളിൽ കാണാത്ത ജീവികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ടോ എന്ന് അവരുടെ മനസ്സിൽ ചോദ്യചിഹ്നം പോലെ ഉണ്ട്. ഇതുപോലത്തെ എത്ര രഹസ്യങ്ങൾ നമ്മൾക്ക് ഈ ലോകത്തുണ്ട്. ഹൗ മെനി മിസ്റ്ററീസ് ആർ ദെയർ ഇൻ ദിസ് വേൾഡ്. ഇപ്പോൾ കൊറോണ വൈറസിൻ്റെ കേസ് തന്നെ എടുത്ത് നോക്കിക്കോ. ആദ്യത്തെ 3-ാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് വാക്സിൻ റെഡിയാവുമെന്ന് പറഞ്ഞു. 3-ാമത്തെ മാസം കഴിഞ്ഞു, 6-ാമത്തെ മാസം കഴിഞ്ഞു, വാക്സിനൊക്കെ റെഡിയായോ? ഇല്ല. അതിനായിട്ടുള്ള സമയം എടുക്കും. ഒരു വൈറസിൻ്റെ കേസ് അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എത്ര കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാൻ കിടക്കുന്നു. സയൻസിൽ പറയുന്നത് നമ്മൾക്ക് എല്ലാം മനസ്സിലായി എന്ന് നമ്മൾ പല സ്ഥലത്തും കേൾക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും എല്ലാം കണ്ടുപിടിച്ചോ? ഈ ലോകത്ത് തന്നെ ഇനി എത്ര കാര്യങ്ങൾ ഇരിക്കുന്നു കണ്ടുപിടിക്കാനായിട്ട്. സോ ഇത് കണ്ടുകൊണ്ട് ഒരു മാലാഖ ഒരു ദിവസം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഈ ലോകത്തിലേക്ക് വന്നു. എന്തിനു വേണ്ടിയാ? ഈ രഹസ്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഈ രഹസ്യങ്ങളിൽ ചെന്നിട്ട് ഏറ്റവും പരിപൂർണനായ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഒരു സൃഷ്ടിയെ കണ്ടുപിടിക്കാനായിട്ടായിരുന്നു ഈ മാലാഖ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത്. സോ ആദ്യം ഈ മാലാഖ ചെന്ന് കാണുന്ന എന്താ? കടലിനെ കാണുക. കടലിനെ കണ്ടിട്ട് എന്തൊരു ശാന്തത, ഭയങ്കര ശാന്തത കടലിൽ കണ്ടു. ഈ ശാന്തത ഇങ്ങനെ കണ്ട് വീക്ഷിച്ചതിന് ശേഷം അത് മനസ്സിലേക്ക് ഇങ്ങനെ ഉൾക്കൊണ്ടു. ഇതൊരു പരിപൂർണതയാണെന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പറന്നു പോകുന്ന സമയത്തായിരുന്നു ഈ കടലിൽ തന്നെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റുമായിട്ട് തിരമാലകൾ ഭയങ്കര ശക്തമായിട്ട് അടിക്കുന്നത് കാണുന്നത്. ഇത് ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു അടയാളമാണെന്ന്. ആ ഒരു അടയാളവും മനസ്സിലിങ്ങനെ ഉൾക്കൊണ്ടു. അങ്ങ് പറന്നുപോയി. അടുത്തത് കാണുന്ന എന്താ? ഒരു അഗ്നിപർവ്വതം, വോൾക്കാനിക് എറപ്ഷൻ. ഇത് കണ്ടിട്ട് പൊട്ടിത്തെറിയൊക്കെ കണ്ടിട്ട് മനസ്സിലിങ്ങനെ ചിന്ത ഇങ്ങനെ ഉയർന്നു വരുന്നത് ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ അടയാളമാണെന്ന്. ഈ അടയാളം കണ്ടതിന് ശേഷം അതും ഉൾക്കൊണ്ട് ഒരു വനത്തിലേക്ക് ഇങ്ങ് പ്രവേശിച്ചു പോയി. വനത്തിലേക്ക് പ്രവേശിച്ചു പോയപ്പോൾ അവിടെ കാണുന്ന വനത്തിൻ്റെ പുഷ്ടി എന്തൊക്കെ വളർന്നുണ്ട് ഈ വനത്തിൽ. പലതരത്തിലെ മരങ്ങളുണ്ട്, ചെടികളുണ്ട്, പലതരത്തിലെ പക്ഷികൾ അവിടെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. ഈ പുഷ്ടിയൊക്കെ കണ്ടിട്ട് ഇതും ഒരു പരിപൂർണതയാണ്. അതും എടുത്ത് മനസ്സിലിങ്ങനെ ഉൾക്കൊണ്ട് പിന്നെ ഭൂമിയിലേക്ക് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ കാണുന്ന എന്താ? ഭയങ്കര സ്ഥിരത, അനക്കമില്ല. ഇതും ഒരു പരിപൂർണതയല്ല. ഇതും അത് മനസ്സിലേക്ക് ഉൾക്കൊണ്ട് ഇതൊക്കെ എടുത്തതിന് ശേഷം, മനസ്സിലേക്ക് ഉൾക്കൊണ്ടതിന് ശേഷം ഈ മാലാഖ ചിന്തിക്കുന്ന ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സൃഷ്ടി ഉണ്ടായിരുന്നെങ്കിൽ അത് ഏതായിരിക്കുമെന്ന് ചിന്തിച്ചു. ശാന്തമാണ്,
ശക്തിയുമുണ്ട്, സ്ഥിരതയുമുണ്ട്, ദൈവത്തിൻ്റെ കോപവും കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സൃഷ്ടി എന്താണെന്നിങ്ങനെ ചിന്തിക്കുന്ന സമയത്തായിരുന്നു കണ്ണുകൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഉയർത്തി നോക്കിയപ്പോൾ അവിടെ കാണുന്നത് പരിശുദ്ധ ദേവമാതാവിനെ. എല്ലാ പരിപൂർണതകളും അടങ്ങിയിരിക്കുന്ന ഒരു സൃഷ്ടി എന്ന് പറയുകയാണെങ്കിൽ ആ സൃഷ്ടിയുടെ പേരാണ് മറിയം, മേരി. ഷീ includes or she constitutes in essence all the perfections of God. എല്ലാത്തിനെയും പ്രതിനിധിക്കുന്ന ഒരു സൃഷ്ടിയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് മാലാഖമാരുടെ മുകളിൽ സ്ഥാനം കിട്ടിയിരിക്കുന്നത്. ഷീസ് അബവ് ഓൾ ദി ഏഞ്ചൽസ്. മാലാഖമാരുടെ മുകളിൽ, മാലാഖമാരുടെ രാജ്ഞി എന്ന് നമ്മൾ പറയുന്നുണ്ട്. കാരണം ഷീ ഈസ് ഫുൾ ഓഫ് ഓൾ ദീസ് പെർഫെക്ഷൻസ്. സോ ഈ മാതാവിനെ സേവിക്കുന്നത് വലിയൊരു ഭാഗ്യം തന്നെയല്ലേ? Right? It's a big grace and it's a big, how do you say, honor. It's a great honor to serve Our Lady like this. Now, മാതാവും ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പായിട്ട് ബന്ധം എന്താ? ഈ ബന്ധത്തിനൊരു തുടക്കമുണ്ട്. ആ തുടക്കം എന്ന് പറഞ്ഞാൽ സെമിനറിയിൽ വെച്ചായിരുന്നു. സെമിനറിയിൽ വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ആ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ അണ്ടർഗ്രൗണ്ട് രീതിയിലൊക്കെ ആയിരുന്നു സെമിനറി കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. പോലണ്ടിലായിരുന്നു. പോലണ്ടും ഒരു സ്ഥലം, ഈ രാജ്യത്തിൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സെമിനറിയിലായിട്ട് പഠിക്കുന്ന സമയത്തായിരുന്നു മനസ്സിലൊരു ചോദ്യം ഇങ്ങനെ വരുന്നത്. മറിയത്തോട് നമ്മൾ അടുക്കുമ്പോൾ നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകത്തില്ലേ എന്ന് മനസ്സിലിങ്ങനെ ചോദ്യം ഇങ്ങനെ ഉയർന്നു. നമ്മളിൽ പലവരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. മാതാവിൻ്റെ അടുത്തേക്ക് നമ്മൾ കൂടുതൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകത്തില്ല എന്ന്. അപ്പോഴാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ പുസ്തകം വായിക്കുന്നത്. ഇത് മലയാളത്തിലെ തർജ്ജമയാണ്. ഈ പുസ്തകത്തിൻ്റെ പേരാണ് യഥാർത്ഥ മറിയ ഭക്തി. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് എഴുതിയിരുന്ന പുസ്തകമായിരുന്നു ഇത്. ഇത് വായിച്ചതിന് ശേഷം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്കുള്ള ഡൗട്ട് മുഴുവനും ക്ലിയർ ആവുന്നുണ്ട്. മനസ്സിലുള്ള ചോദ്യങ്ങളൊക്കെ അതിന് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. മാതാവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നമ്മൾ കൂടുതൽ പോകുമ്പോൾ നമ്മൾ ഈശോൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്, അവിടുന്ന് അകലുകയില്ല എന്ന്. മറിയത്തിൻ്റെ സ്തോത്രഗീതം എവിടെ വെച്ചാണ് ഉയരുന്നത്? ഭാഗ്യപ്പെട്ട എലിസബത്തിൻ്റെ അടുത്ത്, വിശുദ്ധ എലിസബത്തിൻ്റെ അടുത്ത്, അതാ വിശുദ്ധ എലിസബത്തിനെ സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ സ്നാപക യോഹന്നാൻ എലിസബത്തിൻ്റെ ഉദരത്തിലുണ്ട്. അവിടെ വെച്ച് ചിലപ്പോൾ ഒരു ശലോം എന്നായിരിക്കാം, അതായത് ഹെലോ എന്ന് പറയുന്ന അതിൻ്റെ ഒരു തുല്യം, ഒരു ഗ്രീറ്റിംഗ്. അങ്ങനെ പറയുമ്പോഴാണ് അവിടുന്ന് തിരിച്ച് മറുപടി പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ബ്ലെസ്ഡ് ആർ യു അമംഗ് വിമൻ ആൻഡ് ബ്ലെസ്ഡ് ഇസ് ദ ഫ്രൂട്ട് ഓഫ് യുവർ വൂം എന്ന്. അതായത് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലവും അനുഗ്രഹീതനാകുന്നു എന്ന് വിശുദ്ധ എലിസബത്ത് പറഞ്ഞതിന് ശേഷമായിരുന്നു മറിയത്തിൻ്റെ സ്തോത്രഗീതം ഉയർന്നത്. അതായത് മറിയം ഒരിക്കലും ഒരു പുകഴ്ച നമ്മൾ അങ്ങോട്ടിങ്ങനെ അർപ്പിക്കുകയാണെങ്കിലും സ്വയത്തിന് വേണ്ടി, ഇങ്ങനെ സ്വയത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ഒരിക്കലും ഇങ്ങനെ റിസർവ് ചെയ്ത് വെക്കത്തില്ല. അതെല്ലാം ദൈവത്തിനെ സ്തുതിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇനി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാതാവിൻ്റെ അടുത്തേക്ക് നമ്മൾ എന്ത് പ്രാർത്ഥന എത്തിച്ചാലും ദൈവത്തിൻ്റെ അടുത്ത് തന്നെയാണ് എത്താൻ പോകുന്നതിനുള്ളൊരു ഗ്യാരണ്ടി ഉണ്ട്. സോ എന്തൊക്കെയാണോ നമ്മൾ മാതാവിനെ അർപ്പിക്കുന്നത്, ഇത് ദൈവത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഉയരുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതാണല്ലേ അത് മറിയ ഭക്തി എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റി. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായിരുന്നു ഈ പുസ്തകം എന്ന്. ദിസ് വാസ് എ ടേണിംഗ് പോയിന്റ് ഓഫ് മൈ ലൈഫ്. പിന്നെ മാർപ്പാപ്പ ആയതിനു ശേഷവും മാർപ്പാപ്പയുടെ മുദ്രാവാക്യമായിട്ട് എടുത്തത് ഞാൻ അങ്ങയുടെ പരിപൂർണമായിരിക്കുന്നു എന്ന്, തോത്തുസ്തൂസ് ഐ എം ഓൾ ദൈൻ. അത് ഈ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് എടുത്തിരുന്നത്. ഈ പുസ്തകം എഴുതിയിരുന്നത് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട്. ഈ വിശുദ്ധനാരാ? വിശുദ്ധനെ കുറിച്ച് വലുതായിട്ട് കേൾക്കാറൊന്നുമില്ല. നമ്മൾ ആസ് മിസ്റ്റർ ആൽബിൻ ഇവിടെ പറഞ്ഞ പോലെ അന്തോണീസ് പുണ്യാളിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് കേൾക്കാറുണ്ട്, ഗീവർഗീസ് പുണ്യാളിനെ കുറിച്ച് കേൾക്കാറുണ്ട്, വിശുദ്ധ യൂദാസ് തദേവസിനെ കുറിച്ച് നമ്മൾ കുറേ കേൾക്കാറുണ്ട്. പക്ഷേ
മറിയത്തിൻ്റെ കുറിച്ച് പറഞ്ഞ ഈ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിനെ കുറിച്ച് വലുതായിട്ട് കേൾക്കാറില്ല. ഈ വിശുദ്ധൻ ആരാ? 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ വിശുദ്ധൻ ചെറുപ്പം തൊട്ടേ മറിയത്തോട് ഭക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. മാതാവിനെ കുറിച്ച് സെമിനറിയിൽ വെച്ച് എല്ലാ സഭാപിതാക്കന്മാരും പറഞ്ഞ കാര്യങ്ങൾ, ആദ്യ നൂറ്റാണ്ട് മുതൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പഠിച്ച് അതിൻ്റെ മനസ്സിൽ സംഗ്രഹിച്ച് അതിൻ്റെ മേൽ ധ്യാനിച്ച് മറിയം ആരാണ് ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തി. 25 വയസ്സ് പ്രായം തികച്ചപ്പോൾ തന്നെ ഒരു പുരോഹിതനായിട്ട് മാറ്റുന്നുണ്ട്. അത് തിരുപ്പട്ട സ്വീകരണം കിട്ടുന്നുണ്ട്. ഈ വിശുദ്ധന് പല സ്ഥലത്തും സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പോകുന്നു. അവിടെ മറിയത്തിൻ്റെ കുറിച്ചും പല സ്ഥലത്തും പറയുന്നു. പക്ഷേ ഈ വിശുദ്ധന് പല സ്ഥലത്തും പിതാക്കന്മാരും അച്ഛന്മാരും അധികാരികളും വിലക്കി. കാരണം എന്താ? നല്ലൊരു വ്യക്തി ചെന്നിട്ട് ഇങ്ങനെ പ്രഘോഷിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ല. എങ്ങനെയാണ് ഇവരെല്ലാവരും വിലക്കിയത്? ആ ഒരു കാലഘട്ടത്തിൽ ജാൻസനിസം എന്ന് പറഞ്ഞ ഒരു പാഷണ്ഡതയുണ്ടായിരുന്നു. ദെർ വാസ് എ ഹെറസി കോൾഡ് ജാൻസനിസം. ജാൻസനിസം എന്താ? ഒരു പിതാവ് തന്നെ തുടങ്ങിയ ഒരു പാഷണ്ഡതയാണ്. ബിഷപ്പ് ജാൻസൺ എന്നായിരുന്നു പേര്. ഈ പാഷണ്ഡതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഉത്ഭവ പാപത്തിൽ ആണ് ജനിച്ചിരിക്കുന്നത്, അല്ലേ? റൈറ്റ്? വി ആർ ഓൾ ബോൺ ഇൻ ഒറിജിനൽ സിൻ. സോ നമ്മൾക്ക് എല്ലാവർക്കും കുറവുകളുണ്ട്. നമ്മൾ മാമോദീസ സ്വീകരിച്ചിട്ട് നമ്മളുടെ ആത്മാവിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വരപ്രസാദം വസിക്കുമ്പോഴും നമ്മൾക്ക് ഡിഫക്ട്സ് ഉണ്ട്. പലതരത്തിലെ പ്രവണതകൾ, തെറ്റായ പ്രവണതകളുണ്ട്, റൈറ്റ്? പക്ഷേ ഇവരുടെ കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു. ദൈവത്തിൻ്റെ കൂദാശകൾ, അതായത് നമ്മൾ പരിശുദ്ധ കുർബാനയാണെങ്കിൽ അത് സ്വീകരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ കുറേ പ്രായശ്ചിത്തം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം, നമ്മൾ അത്രയും തയ്യാറെടുപ്പത്തിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഒരിക്കലും കുർബാന സ്വീകരിക്കേണ്ട. ആ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാടാണ്. ബേസിക്കലി ദൈവത്തിൻ്റെ നീതി അങ്ങ് ശരിക്കും അങ്ങ് പൊക്കി പറഞ്ഞു. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ കരുണയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ദേ ആർ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ. ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഒരെണ്ണം മാത്രം കാണിക്കുകയാണെങ്കിൽ ശരിയാവില്ല, മറ്റേത് മാത്രമായിട്ട് കാണിക്കുകയാണെങ്കിൽ ശരിയാവില്ല. രണ്ടുമുണ്ട്. ചില സമയത്ത് നമ്മൾ കരുണയുടെ കുറിച്ചായിരിക്കണം സംസാരിക്കേണ്ടത്, മറ്റേ സമയത്ത് ദൈവത്തിൻ്റെ നീതിയുടെ കുറിച്ച്. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ നീതിയുടെ കുറിച്ച് മാത്രമായിരുന്നു. ഇവിടെ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് സംസാരിക്കുന്നതോ കരുണയുടെ കുറിച്ച്, മാതാവിൻ്റെ കരുണയുടെ കുറിച്ചായിരുന്നു ഈ വിശുദ്ധൻ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയായിരുന്നു പല സ്ഥലത്ത്, ഒരു സ്ഥലത്ത് പ്രഘോഷിക്കാൻ പോയാൽ അവിടുന്ന് വിലക്ക് കിട്ടി വേറെ സ്ഥലത്തേക്ക് പോകും, അവിടുന്ന് വിലക്ക് കിട്ടി വേറെ ഒരു സ്ഥലത്തേക്ക് പോകും. എല്ലാ സ്ഥലത്തും ഇങ്ങനെയായിരുന്നു. ഇതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഒരിക്കൽ ഈ വിശുദ്ധന് വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചു. ദേ ട്രൈ ടു കിൽ ഹിം ബൈ പോയ്സണിങ്. പക്ഷെ മരിച്ചില്ല. ഈ ശരീരത്തിന് ശരിക്കും ബാധിച്ചു. ഈ ഭയങ്കര വീക്കായി 48 വയസ്സ് പ്രായത്തിലായിരുന്നു പിന്നീട് മരിക്കുന്നത്. But he was really affected in his body because of the poison. ഇതുപോലെ തന്നെ വേറെ സ്ഥലത്ത് ഒരു കുരിശ്, വലിയൊരു കുരിശിങ്ങനെ ഉയർത്തിയായിരുന്നു. അതായത് പല കർഷകരായ വ്യക്തികളായിട്ട് ഇങ്ങനെ കൊലാബറേറ്റ് ചെയ്ത് അവരുടെ ഡൊണേഷൻസ് വഴിയായിട്ട് അവർ തന്നെയാണ് ഒരു രൂപ കാശ് പോലും അവരെടുക്കുന്നില്ല. അവർ പൂർണ്ണ സഹകരണത്തോടെ അവരെ കുരിശിങ്ങനെ ഉയർത്താനായിട്ട് എത്രയോ ഒരു 24 മാസങ്ങളാണെന്ന് തോന്നുന്നു അവർ ജോലി ചെയ്ത് ഉയർത്തിയതിന് ശേഷം ഇതിൻ്റെ മേൽനോട്ടം കൊടുത്തിരുന്ന ഈ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ആയിരുന്നു. ഇപ്പോഴ് ഇത് ഉയർത്തിയതിന് ശേഷം അവിടുത്തെ ലോക്കലായിട്ടുള്ള അധികാരികൾ പറയുന്ന ഈ കുരിശിനെ നശിപ്പിക്കണം, ഇതിനെ നിലത്ത് ഇടണം എന്ന് പറഞ്ഞ് അധികാരികൾ പറയുന്നുണ്ട്. ഇപ്പോൾ സാധാരണക്കാരനാണെങ്കിൽ ഇതൊക്കെ ഇത്രയും പണിഞ്ഞ് ഇത്രയും ആൾക്കാർ ഇതൊക്കെ ചെയ്ത് എല്ലാം നശിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞു ആൾക്കാർ ഒരു വിപ്ലവത്തിൻ്റെ മനോഭാവം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉയർന്നേക്കാം. പക്ഷേ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ റെസ്പോൺസ് അതായിരുന്നോ? ഇറ്റ് വാസ് നോട്ട്. അവിടെ ദൈവത്തിന് നന്ദി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വിശുദ്ധൻ്റെ റെസ്പോൺസ് അതാ. ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം ഈ വിശുദ്ധൻ പറയുന്നത് ദൈവത്തിന് നന്ദി. ഒരു വിശുദ്ധന് മാത്രമേ അത് അങ്ങനെ പറ്റത്തുള്ളൂ. ഇത്രയും തിരിച്ചടിയൊക്കെ കിട്ടിയതിന് ശേഷവും ഇതുപോലെ ഒരു റെസ്പോൺസ് കിട്ടുക. പിന്നീട് വേറൊരു സ്ഥലത്ത് നിങ്ങൾ ഫോർട്ട് കൊച്ചി പള്ളിയിലൊക്കെ പോയിട്ടുണ്ടാകും, റൈറ്റ്? ഡെഫിനറ്റ്ലി ഹാവ് ടു ബി ഹാസ് ടു ബി റാദർ. അവിടെ പഴയ പള്ളിയായ കാരണം കൊണ്ട് സൈഡിൽ പണ്ടെന്ന് പറഞ്ഞാൽ മൈക്കും കാര്യങ്ങളൊന്നുമില്ല.
ഈ പ്രസംഗമൊക്കെ കൊടുക്കണമെങ്കിൽ പുരോഹിതന് കുർബാനയ്ക്ക് ശേഷം അവിടെ ഒരു ബോക്സ് പോലത്തെ ഒരു സ്ട്രക്ചർ ഏകദേശം പള്ളിയുടെ നടുക്കായിട്ട് ഇങ്ങനെ വരും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഫ്രണ്ടിലാണ്, ഫോർട്ട് കൊച്ചി പള്ളിയിൽ കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. ഈ ബോക്സ് അതിനൊരു സ്റ്റെപ്സ് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ആ സ്റ്റെപ്സൊക്കെ കയറിയിട്ട് മേളിൽ ചെന്ന് നിന്നിട്ടായിരുന്നു അവിടുന്ന് സുവിശേഷം പ്രഘോഷിച്ചിരുന്നത്. അതിനെ പുൽപ്പിട്ടെന്ന് പറഞ്ഞു. അവിടുന്ന് അക്കോസ്റ്റിക്സ്, സൗണ്ട് സിസ്റ്റമൊക്കെ ബേസിക്കലി മതിൽ തന്നെയാണ്. അതിൻ്റെ എക്കോ ഒക്കെ എടുത്തിട്ട് കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. നല്ല അക്കോസ്റ്റിക്സ് ആയിരുന്നു ബിൽഡിങ്ങിന് ആ കാലഘട്ടത്തിൽ. സോ ഇതുപോലത്തെ ഒരു പുൽപ്പിട്ടിൽ എന്ന് വിശുദ്ധനിങ്ങനെ പ്രഘോഷിക്കുന്ന സമയത്തായിരുന്നു അവിടെ പള്ളിക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ബാറുണ്ടായിരുന്നു. ഈ ബാറിൻ്റെ ഉള്ളിൽ അവിടുത്തെ ആൾക്കാർ വെള്ളമടിച്ച്, അതായത് മദ്യപിച്ച്, നന്നായിട്ട് മദ്യപിച്ച് ശരിക്കും അങ്ങ് ശബ്ദവും ഒച്ചപ്പാടും ഉണ്ടാക്കാൻ തുടങ്ങി. അതും അച്ഛനിവിടെ വന്നിങ്ങനെ സുവിശേഷം ഇങ്ങനെ പ്രഘോഷിക്കുന്നു എന്ന് കേട്ടിട്ട് തന്നെയാണ് ഒച്ചപ്പാടെടുക്കാനായിട്ട് തുടങ്ങിയത്. ഈ ഒച്ചയും ബഹളവും ഒക്കെ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കേട്ടപ്പോൾ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് കുറച്ചു നേരം അവിടെ ഇങ്ങനെ പ്രസംഗമൊക്കെ തുടർന്നു. പക്ഷേ ഒരു പോയിന്റ് ഇങ്ങനെ ഒരു സമയം ഇങ്ങനെ എത്തിയപ്പോഴത്തേക്കും ഇങ്ങനെ തുടരുവാണെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിശുദ്ധന് തന്നെ മനസ്സിൽ ബോധ്യം വന്നു. അവിടുന്ന് ആ പുൽപ്പെട്ടില്ല, അതായത് സ്റ്റോളിങ്ങനെ ഊരി മാറ്റിയിട്ടു. അവിടുന്ന് ഇറങ്ങി ആ ബാറിലേക്ക് അങ്ങ് ഡയറക്റ്റ് പോയി. ഈ ബാറിലേക്ക് കയറിയിട്ട് അടുത്തത് അവർ പറയുന്നത്, ഈ വിശുദ്ധൻ കയറിയതിന് ശേഷം അവിടുത്തെ ആൾക്കാർ പറഞ്ഞ് ആ സമയത്താണ് ശരിക്കും ഈ വിശുദ്ധൻ്റെ ഫിസ്റ്റ്, അതായത് കൈയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയത്. അവിടെ വിശുദ്ധം ചെന്ന് അവിടുത്തെ ടേബിളൊക്കെ മറിച്ചിടുകയും ആൾക്കാരെ ഇടിക്കുകയും ബോട്ടിലൊക്കെ പൊട്ടിച്ചിടുകയാണ് ചെയ്ത്. അത് ഇവരെല്ലാവരും ഷോക്ക് അടിച്ചിരിക്കുക, ഈ അച്ഛൻ ഇങ്ങനെ വന്ന് ചെയ്തോ എന്ന് പറഞ്ഞു. അത് ചെയ്തിട്ട് ശാന്തമായിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പള്ളിയിലേക്ക് ചെന്ന് പ്രസംഗങ്ങൾ തുടർന്നു. അടുത്ത ദിവസം രാവിലെ ഈ വിശുദ്ധൻ ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് അതേ ബാറിലുണ്ടായിരുന്ന ഒരു വ്യക്തി നന്നായിട്ട് ഇന്നും മദ്യപിച്ച്, രാവിലെ തന്നെ മദ്യപിച്ച് അവിടെ പള്ളിക്കുള്ളിൽ കയറി വാതിലിൻ്റെ മുമ്പിൽ ഇങ്ങനെ എന്ന് പറഞ്ഞ് അങ്ങ് നിൽക്കുക. അച്ഛന് വരട്ടെ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഒരു രീതിയിൽ. ഈ വിശുദ്ധൻ ഇത്തവണയും പ്രസംഗത്തിൻ്റെ ഇടയിൽ നിർത്തലൊക്കെ വരുത്തി താഴോട്ട് ഇറങ്ങി. ഇത്തവണ സ്റ്റോളൊന്നും ഊരിയില്ല. ആ സ്റ്റോളിലിട്ടുകൊണ്ട് തന്നെ ആ വാതിലിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഈ വ്യക്തിയുടെ മുമ്പിൽ മുട്ടുകൊത്തി നിന്ന് പറയുന്ന ഇതാ, അങ്ങേക്കെതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഞാൻ ഇതിനായിട്ട് ഞാൻ ക്ഷമ യാചിക്കുന്നതാണ്. കേൾക്കുവാണെങ്കിൽ പല ആൾക്കാരും ചിലപ്പോൾ ഇങ്ങനെ വിചാരിച്ചു പോയിന്ന് വരാം, മാനസിക അവസ്ഥ ശരിയായിരുന്നു വിശുദ്ധൻ്റെ. ഒരു ദിവസം ഇങ്ങനെ അടിക്കുന്നു, മറ്റൊരു ദിവസം ഇങ്ങനെ ക്ഷമ യാചിക്കുന്നുവെന്ന്. വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താ സംഭവിക്കുന്നത് ഇവിടെ? ഇതാണ് ഒരു വിശുദ്ധൻ്റെ ആത്മാവിൻ്റെ ഈക്വലിബ്രിയം, സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ്? ഇവിടെ ദൈവത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ ഞാൻ എൻ്റെ കൈ ഉയർത്തും. പക്ഷേ ഒരു മനുഷ്യൻ എൻ്റെ എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞാൻ അതിനെ ക്ഷമിക്കും. ഇതാണ് വിശുദ്ധൻ്റെ ജീവിതത്തിലുള്ള ഈ ഒരു മനോഭാവം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അത് നമ്മൾ ഉൾക്കൊള്ളുന്നത്, അത് മനസ്സിലാക്കുന്നത് നല്ലത്. എവിടേക്കാണോ ദൈവത്തിൻ്റെ എതിരായിട്ട് കൈ ഉയരുന്നത്, വാക്കുകൾ ഉയരുന്നത്, അവിടെ നമ്മളും ദൈവത്തിന് വേണ്ടി മീഖായേൽ മാലാഖ പോലെ ഉയരണം. പക്ഷേ അതേ സമയത്ത് അത് കർത്താവ് യേശു മിശിഹായുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാം ദേവാലയത്തിൽ എന്താ സംഭവിച്ചതെന്ന്. ദേവാലയത്തിൻ്റെ ഉള്ളിൽ വിൽപ്പന നടക്കുന്ന സമയത്ത് കർത്താവ് യേശു മിശിഹ അവിടെ കയറൊക്കെ ഇങ്ങനെ ചുരുട്ടി ആൾക്കാരെ അടിച്ച് പുറത്തേക്കാക്കി. ഏകദേശം ഒരു 1000 പേര് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 1000 പേരെയും ഈ കയറിങ്ങനെ ചുരുട്ടി അടിച്ച് പുറത്തേക്കാക്കുന്നുണ്ട്. പക്ഷേ അതേ കർത്താവായ യേശു മിശിഹ പിന്നീട് സ്വയത്തിനെ സംരക്ഷിക്കാൻ പറ്റുമായിരുന്നെങ്കിലും കുരിശ് മരണത്തിന് ഇങ്ങനെ അർപ്പിച്ചു കൊടുക്കുന്നത് ദൈവഹിതത്താൽ, ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ കാരണം കൊണ്ട് മാത്രം, മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ കാരണത്താൽ മാത്രം കുരിശിനെ മരണത്തിലേക്ക് അങ്ങ് സ്വയം ഇങ്ങനെ സമർപ്പിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് എൻ ഈക്വലിബ്രിയം ഓഫ് ദ ലൈഫ് ഓഫ് എ സെയിന്റ്. പിന്നീട് ഇതേ വിശുദ്ധൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഒരു വ്യക്തിയോട് പറഞ്ഞ കാര്യം ഇതാ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈശോയുടെയും പരിശുദ്ധ ദൈവമാതാവായ മറിയത്തിൻ്റെയും സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്നു എന്ന്. ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ജീസസ് ആൻഡ് മേരി ഇൻ മൈ ഹാർട്ട് എന്ന് സ്വകാര്യമായിട്ട് പറഞ്ഞ, പരസ്യമായിട്ടില്ല. വി സെഡ് ഇറ്റ് ഇൻ പ്രൈവറ്റ്. പിന്നീട്
വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്തായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നത്. അത് ജീവിതത്തിനെ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെയൊക്കെ ഈ വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞു എന്ന്. പക്ഷെ ഈ വിശുദ്ധൻ എഴുതിയ പുസ്തകം ചരിത്രത്തിൽ എങ്ങനെയാണത് പ്ലേ ഔട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ വിശുദ്ധൻ എവിടേക്കാണ് പ്രസംഗിച്ച് അവിടെ വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായെന്ന് പറയാം. കാരണം 1789 ഈ വർഷം ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു വർഷമാണ്. പല പിള്ളേരും സ്കൂളിൽ പഠിക്കുന്ന ഒരു വർഷമാണിത്. ഈ വർഷമാണ് ഫ്രഞ്ച് വിപ്ലവം അവിടെ ഫ്രാൻസിൽ പൊട്ടിത്തെറിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതിൻ്റെ വലിയതായിട്ട് ഞാൻ വിവരിക്കുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ എന്തായാലും ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പോയിന്റ്, ദൈവത്തിൻ്റെ എതിരായിട്ടായിരുന്നു ഈ വിപ്ലവം, സഭയ്ക്കെതിരായിട്ടായിരുന്നു ഈ വിപ്ലവം, അവിടുത്തെ രാജാവിൻ്റെ എതിരായിട്ടായിരുന്നു ഈ വിപ്ലവം. ഇവിടെ നമ്മൾ ഫേമസ് ആയിട്ട് കേൾക്കുന്ന ഈക്വാലിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, അതായത് സമത്വം, സ്വാതന്ത്ര്യം, സൗഹൃദം. ഇത് ആണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്ന 3 പോയിന്റ്സ് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊന്നും നമ്മൾ ആരും കേൾക്കാറൊന്നുമില്ല. ഫ്രഞ്ച് വിപ്ലവത്തിൽ നടന്ന ഒരു സംഭവം ഇങ്ങനെയായിരുന്നു. അവിടുത്തെ ഫ്രാൻസിലൊരു പള്ളി കഴിഞ്ഞ വർഷം ഇത് കത്തിയെറിയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, നോത്രഡാം ദി പാരി. ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഹിസ്റ്റോറിക് ചേർച്ച്. 800 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ്. വിശുദ്ധ ലൂയിസ് 9 രാജാവായിരുന്നു ഇതിന് പണിയുടെ മേൽനോട്ടമൊക്കെ ആദ്യം കൊടുത്തിരുന്നത്. ഈ പള്ളിക്ക് ചുറ്റുമായിരുന്നു ഫ്രാൻസിലെ വിശ്വാസികൾ, ഫ്രാൻസിലെ ആൾക്കാർ, ജനങ്ങളെല്ലാവരും. അവരെല്ലാവരും കത്തോലിക്കരായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. ഈ പള്ളിക്ക് ചുറ്റിനുമായിരുന്നു ഇവർ വന്ന് കൂടിയിട്ട് അവരുടെ സന്തോഷങ്ങളും അവരുടെ ദുഃഖങ്ങളും എല്ലാം പങ്കുചേർന്നിരുന്നത്. സോ അവരുടെ മനസ്സിൽ ശരിക്കും പതിഞ്ഞിരിക്കുന്ന ഒരു പള്ളിയായത്. ഫ്രഞ്ച് വിപ്ലവം ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ ഈ പള്ളിക്കുള്ളിൽ, ഈ പള്ളിയുടെ അൾത്താരയിൽ, ശരിക്കും പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ആ പള്ളിയുടെ അൾത്താരയിൽ ഒരു നഗ്നയായ സ്ത്രീയെ നിർത്തിയിട്ട് അവിടെ യുക്തിയുടെ ദേവിയായിട്ട് ഈ വിപ്ലവകാരികൾ ആരാധിച്ചു. ഇത് മാത്രമല്ല, ഇവിടെ ഈ പള്ളിക്കുള്ളിലുള്ള രൂപങ്ങൾ, അതായത് അവിടെ രാജാക്കന്മാരുടെ രൂപങ്ങളുണ്ടായിരുന്നു, വിശുദ്ധന്മാരുടെ സ്വരൂപങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കഴുത്തവർ അറുത്തിട്ട് ഇവരൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ നശിപ്പിച്ചതെന്നു പറഞ്ഞാൽ ഒരു വെറുപ്പോടെ അവർ ശരിക്കും പല പള്ളികളെയും കത്തിച്ചരിച്ചു, നശിപ്പിച്ചു. ഒരിക്കലും ഒരു ഗർഭിണിയായ സ്ത്രീയെ കത്തോലിക്കയായ കാരണം കൊണ്ട്, രാജാവിനോടൊപ്പം ആയിരുന്ന കാരണം കൊണ്ട് ഉദരം വെട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊച്ചിനെ പുറത്തേക്ക് എടുത്ത് അമ്മയുടെ മുമ്പിൽ വെച്ച് കൊല്ലുന്ന ഇതായിട്ടുള്ള ഇതുപോലെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ ഒരു 700 അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും പാരീസിൽ മാത്രമായിട്ട് കഴുത്തെടുത്ത് അറുത്തിങ്ങനെ നടക്കുന്ന വേറൊരു സംഭവം. ഇങ്ങനെയൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും സഭയ്ക്ക് വേണ്ടിയോ രാജാവിന് വേണ്ടിയോ അവരുടെ ശബ്ദം ഉയർത്തിയോ എന്ന് ചോദിച്ചാൽ എവിടേക്കാണോ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ചെന്നിട്ട് ഈ യഥാർത്ഥ മറിയ ഭക്തി എവിടേക്കാണോ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്, ആൾക്കാരെ പരിശീലിപ്പിച്ചത്, ഇവിടെ നിന്ന് മാത്രമായിരുന്നു സഭയ്ക്ക് വേണ്ടിയും രാജാവിന് വേണ്ടിയും ശബ്ദം ഉയർന്ന് മാത്രമല്ല യുദ്ധം ചെയ്തു എന്ന് പറയും. ഇറ്റ് വാസ് ലിറ്ററലി എ വാർ. അതും ഇവിടെ സദേൺ ഫ്രാൻസിൽ, അതായത് ഫ്രാൻസിലെ തെക്കൻ വശത്ത് കോസ്റ്റൽ ഏരിയാസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള റീജിയനുണ്ട്, ഒരു സ്ഥലമുണ്ട്, പ്രദേശമുണ്ട്. അതിൻ്റെ പേരാണ് വോന്തേ. ഈ വോന്തേ എന്ന പ്രദേശത്തിൽ ബേസിക്കലി കർഷകരായിരുന്നു, സാധാരണക്കാരായിരുന്നു. ഇവരൊക്കെ അവരുടെ ഈ വയലിലും തോട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിലെ ഫാർമിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടായിരുന്നു ഇവർ യുദ്ധത്തിന് പുറപ്പെടുന്നത്. ഓൾമോസ്റ്റ് ജയിച്ചു എന്ന് പറയാം. ഇവരൊക്കെ ഓൾമോസ്റ്റ് ജയിച്ചു. പക്ഷെ ഇടയ്ക്ക് വെച്ച് ചില ഒറ്റിക്കൊടുക്കലും കാര്യങ്ങളൊക്കെ നടന്ന കാരണം കൊണ്ടാണ് അവസാനം അവർ യുദ്ധം തോറ്റുപോകുന്നത്.
പക്ഷെ ചരിത്രം ഇതിന് സാക്ഷിയാണ്. എവിടേക്കാണോ ശരിക്കും മാതാവിൻ്റെ ഭക്തി പോയിട്ടുള്ള സഭയ്ക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർ അവിടുന്ന് വന്നിട്ടുണ്ടെന്ന് ചരിത്രം തന്നെ അതിന് സാക്ഷിയാണ്. ഇതിൻ്റെ കുറിച്ച് തന്നെ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ഈ പുസ്തകത്തിൻ്റെ ഉള്ളിൽ പറയുന്നത്, പിശാച് ഒരു അലറുന്ന സിംഹം പോലെ ഈ പുസ്തകത്തിനെയും ഈ പുസ്തകത്തിൻ്റെ ലേഖകനെയും നശിപ്പിക്കാനായിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ടെന്ന്. അതായത് ചാൻസ് കിട്ടുവാണെങ്കിൽ ഇതിനെ നശിപ്പിക്കും. മിനിമം ഒരു പെട്ടിയിൽ അടച്ചിട്ടിട്ട് ഇല്ലാണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട്. അതേപടി അത് സംഭവിച്ചു. 70 വർഷക്കാലം ഈ പുസ്തകം ശരിക്കും കാണാനും ഇല്ലായിരുന്നു. ഇറ്റ് വാസ് ലോസ്റ്റ്. ഇതൊരു പെട്ടിക്കകത്ത് ഇങ്ങനെ അടച്ചിട്ട് ഒരു ബേസ്മെൻറ്റിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഒരു അച്ഛൻ വന്നിട്ട്, അതായത് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് തുടങ്ങിയ സഭയിലെ ഒരു അച്ഛൻ വന്നിട്ട് ഇങ്ങനെ പഴയ സാധനങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുക. അതിലൊരു പുസ്തകം ഇങ്ങനെ കണ്ട് നോക്കിയപ്പോഴേ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഇതൊക്കെ അറിയാവുന്ന ഒരു ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ, ആരായിരിക്കും ഇത് എഴുതിയെന്ന്. അത് ഹാൻഡ് റൈറ്റിംഗ് അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴായിരുന്നു മനസ്സിലാകുന്നത് ഇത് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് തന്നെ എഴുതിയ പുസ്തകമാണ്. അതേ സ്പിരിറ്റ്, ബേസിക്കലി അതേ ഒരു മനോഭാവത്തോടെ വേറെ പല കാര്യങ്ങളും ഈ വിശുദ്ധന് എഴുതിയിട്ടുണ്ട്. അതായിട്ട് കറക്റ്റായിട്ട് മാച്ച് ആകുന്നുണ്ട്. ഈ വിശുദ്ധൻ ഈ പുസ്തകത്തിൽ മാത്രമല്ല, വേറെ ഒരു പ്രാർത്ഥനയിൽ, പ്രേയർ ഫോർ മിഷണറീസ് എന്ന പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, അന്തിമകാലത്ത് വരുന്ന അപ്പോസ്തലന്മാരെല്ലാവരും മറിയത്തിൻ്റെ അടിമകളായിരിക്കുമെന്ന്. They will be slaves of Mary. That is, the apostles of the latter times will be slaves of Mary. കാറ്റടിക്കുന്ന പോലെ, മേഘങ്ങൾ പോലെ അവർ ലോകത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റൊരറ്റത്തേക്ക് അവർ പറന്നു പോവും. അതായത് ആജ്ഞ വരുമ്പോൾ അത് പാലിക്കാനായിട്ട് അവർ ഒരു അറ്റത്തൊട്ട് മറ്റേ അറ്റം വരെ ഇങ്ങനെ പോകുമെന്ന്. ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരായിരിക്കും, മറിയത്തിൻ്റെ അപ്പോസ്തലന്മാരായിരിക്കും എന്ന് നന്നായിട്ട് ഒരു 5-6 പേജിൻ്റെ വിവരണം പ്രാർത്ഥനയിൽ തന്നെയുണ്ട്. സോ ദിസ് ഇസ് വൈ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ യഥാർത്ഥ മറിയ ഭക്തി എന്ന വിഷയം എന്താ? വാട്ട് എക്സാക്ട്ലി ഈസ് ഇറ്റ്? യഥാർത്ഥ മറിയ ഭക്തിയുടെ എസെൻസ്, സത്ത, അതിൻ്റെ കോൺസെക്രേഷനിലാണ് കിടക്കുന്നത്, അതിൻ്റെ അടിമ സമർപ്പണത്തിലാണ് കിടക്കുന്നത്. ഈ അടിമ സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയിൽ വരുന്ന ചില വാക്കുകൾ ഞാൻ പറഞ്ഞിട്ട് അതിനെ കുറച്ചും കൂടെ ഒന്ന് സരളമാക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഇറ്റ് കംസ് ലൈക്ക് ദിസ്. അതായത് ഞാൻ അവിടെ പറയുന്നത് സോ ആൻഡ് സോ, ഞാൻ എൻ്റെ പേര് പറയുന്നുണ്ട് പ്രാർത്ഥനയുടെ നടുക്ക് പറഞ്ഞിട്ട് പറയുന്നത് എൻ്റെ പേര് ജോൺ പീറ്റർ ആണെങ്കിൽ ജോൺ പീറ്റർ, ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് എ ഫെയ്ത്ത്ലെസ് സിന്നർ, അവിശ്വസനീയമായ പാപി, faithless sinner, renew and ratify today in thy hands the vows of my baptism. എൻ്റെ മാമോദീസയുടെ വാഗ്ദാനങ്ങൾ അങ്ങയുടെ കയ്യിൽ ഞാൻ നവീകരിക്കുന്നു എന്ന്. മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് നമ്മളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും അവിടെ നമ്മളുടെ പക്കലുണ്ടായിരുന്നു, നമുക്ക് വേണ്ടി ചൊല്ലാം ആയിട്ട്. എല്ലാ ഈസ്റ്ററിനും അത് നമ്മൾ നവീകരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ തന്നെ എടുത്ത് നവീകരിച്ച് പറയുന്നത് എന്താ? ഞാൻ ഇനി മുതൽ ഒരു സത്യ ക്രിസ്ത്യാനിയായിട്ട് ഞാൻ ജീവിക്കും, എ ട്രൂ ക്രിസ്ത്യൻ ആയിട്ട് ഞാൻ ജീവിക്കുമെന്ന് ഈ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഞാൻ പൂർണ്ണമായിട്ട് മറിയത്തിൻ്റെ കയ്യിൽ ഞാൻ അവിടെ സമർപ്പിക്കുക. ഐ ഗിവ് മൈ സെൽഫ് എൻറ്റയർലി ഇൻ ടു ദ ഹാൻഡ്സ്. ഞാൻ പൂർണ്ണമായിട്ട് അങ്ങയുടെ കയ്യിലേക്ക് സമർപ്പിക്കുക. പൂർണ്ണമായിട്ട് എന്താ ഉള്ളത് എൻ്റെ കയ്യിൽ? വാട്ട് ഡു ഐ ഹാവ്? എൻ്റെ ശരീരമുണ്ട്, പ്രൈമറിലി എൻ്റെ ശരീരമുണ്ട്, എൻ്റെ ആത്മാവുണ്ട്. ശരീരവും ആത്മാവും ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നത് എൻ്റെ ഭൗതികമായിട്ടുള്ള വസ്തുക്കളും എൻ്റെ ആത്മീയമായിട്ടുള്ള കിട്ടിയിരിക്കുന്ന പല ദാനങ്ങളും ഞാൻ മറിയത്തിൻ്റെ കയ്യിലേക്ക് ഞാൻ സമർപ്പിക്കുക. ഐ എം ഗിവിങ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് മാരി. ആൻഡ് ഐ എം സേയിങ്, ഞാൻ പറയുന്നത് ഇവിടെ, ഐ റിനൗൺസ് ഫോർ എവർ Satan, his forms and his works. ഞാൻ പൂർണ്ണമായിട്ട് പിശാച് ഞാൻ ഹൗ ഡു യു സേ റിജക്റ്റ് ചെയ്യുമെന്ന് ഞാൻ അവിടെ പറയുന്നത്. ഞാൻ സത്യക്രിസ്ത്യാനിയായിട്ട് ജീവിക്കും, ഞാൻ മറിയത്തിൻ്റെ കയ്യിൽ എല്ലാം ഞാൻ സമർപ്പിക്കും. ഇനി മുതൽ എൻ്റേതായിട്ട് ഒന്നുമില്ല. ദർ ഇസ് നത്തിങ് ദാറ്റ് ബിലോങ്സ് ടു മീ. ഞാൻ പൂർണ്ണമായിട്ടും അങ്ങയുടെ അടിമയായിട്ട് മാറുന്നു. ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ മറിയത്തിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ മറിയം ഒരിക്കലും കൈ ഇങ്ങനെ വിടുകയില്ല. ഷീ വിൽ നെവർ ലെറ്റ് ഗോ ഓഫ് ആർ ഹാൻഡ്സ്. നമ്മളുടെ കൈ ഇങ്ങനെ എപ്പോഴും പിടിച്ചങ്ങ് ഇരിക്കും. നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ മാറ്റുവാണെങ്കിൽ മാത്രമാണ് മറിയം തൻ്റെ കൈ മാറ്റുന്നത്. അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഒരിക്കലും കൈ മാറ്റത്തില്ല.
ഷീ ഈസ് ഷുവർ ടു ഹോൾഡ് us. നമ്മളെ ഈ ലോകത്ത് മാത്രമല്ല, ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സമയത്തും ഈ കൈ പിടിച്ചുകൊണ്ടായിരിക്കും നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഷീ വിൽ ബി ടേക്കിംഗ് us into heaven holding our hands. ഇതുകൊണ്ട് തന്നെയാണ് മറിയത്തിനോടുള്ള ഭക്തി ഇത്രയും ആവശ്യമുള്ളത്. ഈ ലോകത്തിൻ്റെയും സഭയ്ക്കുള്ളിലുള്ള ഒരു നവീകരണം വരണമെങ്കിൽ മറിയത്തോടുള്ള മറിയഭക്തി ഉണ്ടാകണം. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ്. അതാണ് അവിടുത്തെ പ്രസക്തി. ദാറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രൂ ഡിവോഷൻ ടു മാരി. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു അവസാനം ഞാൻ 2 അപ്പൻഡിക്സ് ചെറുതായിട്ട് പറയുമെന്ന്. എക്സ്ക്യൂസ് മീ, ആ പടമില്ലേ? സോ ഇവിടെ ഈ ചേട്ടൻ്റെ ഒരു പടം ഇങ്ങനെ എടുത്ത് നടക്കുന്നുണ്ട്. ഈസ് ടേക്കിംഗ് വൺ സ്മോൾ പിക്ചർ. അത് നന്നായിട്ട് നോക്കുക കേട്ടോ. ഇതിൻ്റെതായിട്ടുള്ളൊരു ചരിത്രമുണ്ട്. ദർ ഇസ് എ സ്റ്റോറി ബിഹൈൻഡ് ദിസ് പിക്ചർ. ഒരു 600 വർഷം സംഭവിച്ച ഒരു സംഭവമാണിത്. പതുക്കെ ഈ പടത്തിൻ്റെ പേരാണ് സതോപദേശത്തിൻ്റെ മാതാവ് എന്നായിട്ടാണ് വിളിക്കുന്നത്. സതോപദേശത്തിൻ്റെ മാതാവ് എവിടെ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ, എന്തിനു വേണ്ടിയാണ് പറയുന്നത്, അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ തന്നെ വരാം. ഈ ചിത്രം 600 വർഷം മുമ്പ് അൽബേനിയ എന്ന് പറഞ്ഞ രാജ്യത്തിലായിരുന്നു കണ്ടിരുന്നത്. ഇവിടെ ഒരു രാജാവുണ്ടായിരുന്നു. ഈ രാജാവിൻ്റെ പേരായിരുന്നു സ്കാൻഡർബെഗ്. സ്കാൻഡർബെഗ് എന്ന് പറഞ്ഞ് പേരുള്ള രാജാവ് ഭയങ്കര ശക്തമായിട്ടുള്ളൊരു രാജാവായിരുന്നു. 7 വയസ്സ് പ്രായത്തിൽ കിഡ്നാപ്പായി പോയതായിരുന്നു. ചേട്ടന്മാരെല്ലാവരും തുർക്കികളെ വിഷം കൊടുത്തു കൊന്നു. അവിടെ അവരുടെ സംസ്കാരവുമൊക്കെ ആയിട്ടായിരുന്നു ഒരു തുർക്കി പൗരത്വമുള്ളൊരു മനുഷ്യനായിട്ട് ആയിരുന്നു വളർന്നത്. പക്ഷേ 20 വയസ്സ് പ്രായമായപ്പോഴത്തേക്കും വലിയൊരു യോദ്ധാവായിട്ട് മാറുന്നുണ്ട്. രക്തത്തിൻ്റെ ഗുണങ്ങളുണ്ട്. രാജകുടുംബത്തിൽ നിന്നായിരുന്നു. ഒരു രാജാവാകേണ്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഒരു പടയാളി മാത്രമായിട്ട് തുർക്കികളുടെ അടിയിൽ ജീവിച്ചു. ചാൻസ് കിട്ടിയപ്പോൾ അവിടുന്ന് രക്ഷപ്പെടുക ചെയ്തു. അതായത് യുദ്ധത്തിൻ്റെ സമയത്ത് തിരിച്ചടിച്ചിട്ട് ഈ രാജാവ് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. രാജാവ് അൽബേനിയയിൽ എത്തിയപ്പോൾ രാജാവായിട്ട് പ്രഖ്യാപനം നടക്കുന്നു. രാജാവായിട്ട് ഭരിക്കാൻ തുടങ്ങുന്നു. ഇനി നടക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഒരു ജീവിതകാലം, ജീവിതം അവസാനിക്കുന്ന സമയം വരെ തുർക്കികൾ അവിടെ കണ്ണുയർത്തി നോക്കാനായിട്ട് ധൈര്യപ്പെട്ടില്ല. യുദ്ധങ്ങൾ പലതും ഉണ്ടായി, പക്ഷേ അവർക്ക് കണ്ണെടുത്ത് നോക്കാൻ പറ്റിയില്ലെന്ന് തന്നെ പറയാം. അത്രയും സ്ട്രോങ് ആയിട്ട് ഈ രാജാവ് ഈ സ്ഥലത്തിനെ ഭരിച്ചെന്ന് മാത്രമല്ല, അവരുടെ ഈ പലതരത്തിലുള്ള ക്രൂരതകളിൽ നിന്നും ഒരു സംരക്ഷണം നൽകിയ ഹി വാസ് എ പ്രൊട്ടക്ടർ ഓഫ് ദ പീപ്പിൾ. മാർപ്പാപ്പ ഒരു ടൈറ്റിൽ കൊടുത്തായിരുന്നു, ദ ഡിഫെൻഡർ ഓഫ് ക്രിസ്ത്യൻഡം എന്ന, ക്രിസ്തീയ സംസ്കാരത്തിൻ്റെ സംരക്ഷകൻ എന്ന് പറഞ്ഞൊരു ടൈറ്റിലും ഈ രാജാവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. മരിക്കുന്ന സമയത്ത് മരണക്കിടക്കയിൽ ഇങ്ങനെ കിടക്കുക, അവശനായിട്ടിങ്ങനെ കിടക്കുക. അവശനായിട്ട് കിടക്കുന്ന സമയത്ത് അവസാനം ഒരു അന്തിമ ശ്വാസം ഇങ്ങനെ വലിക്കുന്നത് ആൾക്കാരെല്ലാവരും വിചാരിച്ചു കഥ അവസാനിച്ചു എന്ന്. തുർക്കികൾ അവിടെ അറിഞ്ഞു രാജാവ് ഇവിടെ മരിക്കുമായിരുന്നു. അത് അറിഞ്ഞ ഉടനെ തന്നെ അവിടുന്ന് യുദ്ധത്തിന് വേണ്ടി എല്ലാ പടയാളികളും ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടുത്തെ പടയാളികൾ തുർക്കികളിങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ എത്തുന്ന കണ്ടപ്പോൾ തുർക്കികളെത്തി എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും. ഈ ബഹളം കേട്ടിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് രാജാവ് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ്, തുർക്കികൾ ഇവിടെ നമ്മുടെ നഗരത്തിൻ്റെ രാജ്യത്തിൻ്റെ വാതിലുകൾ വരെ എത്തി എന്ന് പറഞ്ഞ്, കവാടങ്ങൾ വരെ ഇങ്ങനെ എത്തിയപ്പോൾ എന്ന് കേട്ടപ്പോൾ രാജാവ് ആ മരണക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് യുദ്ധത്തിലേക്ക് അങ്ങ് പുറപ്പെട്ടു. മരിക്കാൻ കടന്ന ആളെ അവിടുന്ന് എഴുന്നേറ്റ് യുദ്ധത്തിലേക്ക് പുറപ്പെട്ട്, യുദ്ധത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത്. അത് ഒരു സ്ഥലത്ത് കാണുന്ന മറ്റൊരു സ്ഥലത്ത് പെട്ടെന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന രീതിയിലായിരുന്നു യുദ്ധത്തിൽ ഈ പോരാടിയത്. ഈ യുദ്ധം ജയിച്ചതിന് ശേഷം തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി ആ കിടക്കയിലേക്ക് ചെന്ന് കടന്നു. ആ അവസാനത്തെ
ശ്വാസം അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക. ഈ രാജാവ് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്ന ഒരു പടമായിരുന്നു ഈ ചിത്രം, നിങ്ങളിപ്പോഴും കണ്ട ഈ ചിത്രം. ഈ ചിത്രം ആ ലേഡി ഓഫ് സ്കുട്ടാരി, സ്കുട്ടാരിയിലെ മാതാവ് എന്നായിട്ടായിരുന്നു വിളിച്ചിരുന്നത്. ഈ രാജാവ് മരിച്ചതിന് ശേഷം അവരുടെ ആ ജനതയ്ക്ക് പടയാളികളുടെ ഇടയിൽ രണ്ടുപേരുണ്ടായിരുന്നു, ജോർജിസ് ദി അലക്സിസ്. ഇവർ രണ്ടുപേരും മാതാവിനോടുള്ള ഭക്തിയുള്ള ആൾക്കാരായിരുന്നു. ഇവർക്ക് ഈ ചിത്രത്തിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. മാതാവിനോട് ശരിക്കും പ്രാർത്ഥിച്ചു, വല്ലതും വഴി കാണിച്ചു തരണമേ അമ്മയെന്ന് പറഞ്ഞ് അവർ അവിടുന്ന് പോകുന്നുണ്ട്. ഒരു രാത്രി ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഈ സ്വപ്നത്തിൽ മാതാവ് അവർക്ക് പ്രത്യക്ഷപ്പെടുകയും ഇവർ രണ്ടുപേരും പള്ളിക്ക് മുമ്പിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു. അവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷമായിരുന്നു അവർക്ക് മനസ്സിലാകുന്നത് അവർ ഒരേ സ്വപ്നമായിരുന്നു കണ്ടതെന്ന്. പള്ളിക്കുള്ളിലേക്ക് അവർ പ്രവേശിച്ചു, മുട്ടിന്മേൽ അവിടെ നിന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രകാശത്തിൻ്റെ രശ്മികൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പുറപ്പെടുന്നതായിട്ട് കാണുന്നത്. ഇതിങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയില്ല, അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രം. അതൊരു ഫ്രെസ്കോ. ആ ഫ്രെസ്കോ ബേസിക്കലി മതിലായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഒരു ചിത്രം. ഇത് അവിടുന്ന് ഡിറ്റാച്ചായിട്ട്, പ്ലാസ്റ്ററോട് കൂടെ അത് ഡിറ്റാച്ചായിട്ട് കാറ്റിൽ പറക്കാൻ തുടങ്ങി. ഇത് പറന്ന് അവർ കാണുന്നത് ഈ പള്ളിക്ക് പുറത്തേക്ക് ഇങ്ങനെ പറന്നിങ്ങനെ പോവുക. ഈ ചിത്രത്തിനെ ഇങ്ങനെ പിന്തുടർന്ന് ഇവർ രണ്ടുപേരും അങ്ങനെ പുറകിലിങ്ങനെ നടന്നു പോവുക. നടന്നുപോയി അവസാനം നടന്ന് അവർ അവിടുത്തെ ഒരു സമുദ്ര തീരത്തിലേക്ക് എത്തുന്നുണ്ട്. ഏഡ്രിയാറ്റിക് സീയുടെ തീരത്ത് ഇങ്ങനെ എത്തിയിട്ട് അവിടെ കാണുന്ന ദൃശ്യം ഇത് പറന്ന് കടലിൻ്റെ മേളിലേക്ക് ഇങ്ങനെ പോവുക. ഇവരുടെ കാഴ്ച മുഴുവനും ആ ചിത്രത്തിലേക്കായിരുന്നു. അതിലേക്ക് മാത്രം നോക്കിയിട്ട് അവർ നടക്കാൻ തുടങ്ങി. നടന്ന് കാല് കടല് കുത്തി കടലിൻ്റെ മീതെ അവിടെ നടക്കാൻ തുടങ്ങി. നടന്നെന്ന് മാത്രമല്ല, ഈ കടൽ കടന്നിട്ട് അവർ ഇറ്റലി എത്തുന്നുണ്ട്. ഇറ്റലിയിൽ എത്തിയതിന് ശേഷം ഈ ചിത്രം പെട്ടെന്ന് ആകാശത്തേക്ക് ഇങ്ങനെ പറന്നിങ്ങനെ കാണാണ്ടാവുക. അൽബേനിയ എന്ന് വന്ന ആൾക്കാർക്ക് ഇറ്റാലിയൻ ഭാഷ സംസാരിക്കാൻ ആയിട്ട് അറിയത്തില്ല. എങ്ങനെ ഇവരായിട്ട് ഇത് കണ്ടുപിടിക്കണം എന്ന് മനസ്സിലൊരു വെപ്രാളം. മാതാവ് എവിടെ പോയിട്ടുണ്ടാവും? അവർ പല സ്ഥലത്തും അന്വേഷിക്കാൻ ശ്രമിച്ചു, ഭാഷ അറിയത്തില്ല. 3-4 ദിവസം എടുത്തു. അവസാനം ഒരാൾ പറഞ്ഞു, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ചിത്രം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് കേട്ടു, അവിടെ അത് ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവർ അങ്ങോട്ടേക്ക് യാത്ര ഇങ്ങനെ തുടങ്ങി. നടന്ന് അവരെത്തി. ഈ ഗ്രാമപ്രദേശത്തേക്ക് എത്തിയതിന് ശേഷം അവർ അറിയുന്ന എന്താ സംഭവിച്ചതെന്ന്. അവിടെ ആ പ്രദേശത്ത് ഒരു വിധവയായ സ്ത്രീ ഉണ്ടായിരുന്നു. ഈ സ്ത്രീ സ്വന്തം സമ്പാദ്യം മുഴുവനും വിറ്റിട്ട് ഒരു പള്ളി പണിയാനായിട്ട് അങ്ങ് തുടങ്ങി. ഈ പള്ളി പകുതി വഴിയായപ്പോഴത്തേക്കും കാശ് മുഴുവനും തീർന്നു പോയി. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. ആൾക്കാരെല്ലാവരും ഈ സ്ത്രീക്ക് ഭ്രാന്താണ്, എല്ലാവരും ആക്ഷേപിക്കാൻ തുടങ്ങി. പക്ഷെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല, കോൺഫിഡൻസ് നഷ്ടപ്പെട്ടില്ല. മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ വല്ല വഴി എനിക്ക് കാണിച്ചു താ എന്ന് പറഞ്ഞു. അപ്പോഴാണ് സ്വപ്നത്തിൽ വെച്ച് ഒരു ചിത്രം ഇങ്ങനെ പറന്നു വരുന്നതായിട്ട് കാണുന്നത്. ഈ സ്ത്രീ ഇത് കണ്ടതിന് ശേഷം അവിടുത്തെ ജനങ്ങളോട് പറയുന്നത്, മാതാവ് പ്രത്യക്ഷപ്പെട്ടു, മാതാവ് ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഇത് പറഞ്ഞതിന് ശേഷം അടുത്ത ദിവസം ഏതാണ്ടായിരുന്നു ആ ഗ്രാമപ്രദേശത്തിൻ്റെ മേളിൽ ഒരു സുവർണ്ണ നിറത്തിലുള്ള ഒരു മേഘം ഇങ്ങനെ പറന്നിങ്ങനെ വരുന്നതായിട്ട് കാണുന്നത്. ഈ മേഘം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വന്നതും ആ ഗ്രാമപ്രദേശത്തെ പള്ളി മണികൾ മുഴുവനും ഒരേ സമയത്ത് ഇങ്ങനെ മുഴങ്ങുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ആരാണിത് അടിക്കുന്നത്? ജനങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മാലാഖമാരായിരുന്നു. മാലാഖമാർ എല്ലാ പള്ളിമണികളും മുഴക്കുന്നതും ഈ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചിത്രവും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പറന്നിങ്ങനെ വന്നിട്ട് ആ പള്ളിക്ക് ഉള്ളിലേക്ക്, അത് പകുതി ഇങ്ങനെ തീർത്ത പള്ളിക്ക് ഉള്ളിലേക്ക് അത് വന്നിങ്ങനെ സെറ്റിലാവുന്നതും അവർ കാണുന്നുണ്ട്. അവിടെ സെറ്റിലായെന്ന് മാത്രമല്ല, അവിടെ ഇത് കണ്ടിട്ട് ആൾക്കാർ പള്ളിപ്പണി മുഴുവൻ തീർക്കുന്നുണ്ട്. ദേ ആർ ഫിനിഷിങ് ദ വർക്ക് ഓഫ് ദ ചർച്ച്. പക്ഷെ ഇതിന് ശേഷവും 600 വർഷമായിട്ട് നടക്കുന്ന ഒരു അത്ഭുതം, ഇപ്പോഴും വരെ നടക്കുന്ന ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ ചിത്രം ഇപ്പോഴും അവിടെ ഫ്ലോട്ട് ചെയ്താ നിൽക്കുന്നത്. മതിൽ നിന്ന് ഏകദേശം ഒരു വിരലിൻ്റെ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക. 600 years ആൻഡ് സ്റ്റിൽ ഫ്ലോട്ടിങ്. അവിടെ പല സമയത്തും പല അന്വേഷണങ്ങളും ചെയ്തു.
അവർക്ക് ഒരു കാരണവും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതെന്ന്. ഒരു കർദിനാൾ എന്ന ഒരു ദിവസം അതിനെ ഏകദേശം ഒരു 200 വർഷത്തെ ഒരു ഡോക്യുമെൻറ്റേഷനാണ്. അതിങ്ങനെ തൊട്ടപ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെ ചെന്ന് ഇങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ വന്ന് അങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളുടെ പല ബ്രദേഴ്സും, നമ്മളുടെ സഭയിലുള്ള പല ബ്രദേഴ്സും ഈ പള്ളിയിലേക്ക് പോയിട്ട് ഈ പടം തൊടാനായിട്ട് അവരെ അനുവദിച്ച ആ പള്ളി നടത്തുന്നത് അഗസ്തീനിയൻ അച്ഛന്മാരാണ്. അതിന് മുമ്പിൽ ഒരു സുവർണ മതിൽ, പുതിയൊരു ചുമരുണ്ടാക്കിയിട്ടുണ്ട്. അതിന് മുമ്പിൽ ഒരു അൽത്താരയും. അൽത്താരയുടെ മേളിൽ മുട്ടുകുത്തി നിന്ന്, അത് ഒരു പില്ലോ ഒക്കെ വെച്ച് അതിന് മേളിൽ മുട്ടുകുത്തി നിന്ന് ആ കേസ് ഇങ്ങനെ തുറന്നതിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് ശരിക്കും തൊടാൻ പറ്റുന്നത്. പക്ഷെ ഈ ചിത്രത്തിൻ്റെ കുറിച്ച് ഞാൻ എന്തിനാണ് ഇവിടെ വെച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിന് നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ട്, റൈറ്റ്? കൺഫ്യൂഷൻ ഇല്ല ആൾക്കാർക്ക്? ഉണ്ടോ? ഓ ഇല്ലയോ? തലയെങ്കിലും ആട്ട്. കൺഫ്യൂഷൻ ഉണ്ടോ? യെസ്, ഇറ്റ് ഈസ് ദെയർ എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ഇൻ ദിസ് വേൾഡ്. സോ ഈ കൺഫ്യൂഷൻ ഉള്ള കാലഘട്ടത്തിൽ നല്ലൊരു ഉപദേശം കിട്ടുവാണെങ്കിൽ വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് മാറാം. തടസ്സങ്ങളൊക്കെ മാറി കിട്ടും. നമ്മളുടെ ജീവിതത്തിന് കുറേയും കൂടെ ഒരു സംരക്ഷണവും കിട്ടും. അതിനു വേണ്ടി തന്നെയാണ് ഈ ചിത്രം നമ്മൾ പല സ്ഥലത്തും പ്രചരിപ്പിക്കുന്നത്. ഈ പടത്തിനെ വിളിക്കുന്നത് സദോപദേശത്തിൻ്റെ മാതാവ്, ജനസാനോയിലെ സദോപദേശത്തിൻ്റെ മാതാവെന്ന് പൊതുവെ വിളിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് പുറത്ത് ലഭ്യമാവും. പിന്നെ ചെറിയൊരു ഇത് വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ചും, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വർഷമായിട്ട് നമ്മൾ ഈ വർഷം ആചരിക്കുന്നു, ആഗോള സഭ ആചരിക്കുന്നു. ഒരിക്കൽ അമ്മ ത്രേസ്യ പുണ്യവതി, യൗസേപ്പിതാവിനോട് ഭയങ്കര ഭക്തിയുള്ള ഒരു പുണ്യവതിയാണ്. ഈ പുണ്യവതി ഒരിക്കൽ ഒരു സ്ഥലത്തേക്ക് കോൺവെൻറ്റ് വിട്ട്, മിണ്ടാമടമാണ്, പക്ഷെ പല സ്ഥലത്തും കോൺവെൻറ്റുകൾ സ്ഥാപിക്കാനായിട്ട് ഇങ്ങനെ പോയിട്ട് തിരിച്ചു മടങ്ങുമ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് കാണിച്ചിരിക്കുന്ന പല കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ കോൺവെൻറ്റിൽ പല റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റൂൾസൊക്കെ തെറ്റിച്ച് ഏതൊക്കെ സിസ്റ്റേഴ്സാണെന്ന് കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിച്ചിങ്ങനെ പറയുമായിരുന്നു. ഷി വുഡ് പോയിന്റ് ഔട്ട് ആൻഡ് സേ ഓക്കെ, ഇതാണ് ഈ സിസ്റ്റർ ഈ തെറ്റ് ചെയ്തു, ആ സിസ്റ്റർ ഈ സമയമായപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പറയുമായിരുന്നു. സോ അവിടുത്തെ സിസ്റ്റേഴ്സിന് മനസ്സിൽ ഏത് സിസ്റ്ററാണോ ഒറ്റ കൊടുക്കുന്നതെന്ന് മനസ്സിലിങ്ങനെ വന്നു. ദേ ഹാഡ് എ ഡൗട്ട് ഹൂ ഇസ് ദ വൺ ഹൂ ഇസ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ ഒരു ദിവസം ഒരു സിസ്റ്റർ എന്നിട്ട് പാർലറിലായിരുന്നു ഇങ്ങനെ സംഭവിച്ചിരുന്നത്. അവിടെ ഈ കീ ഹോൾ ഉണ്ടല്ലോ, അതിലൂടെ ചെന്നിട്ട് ഈ സിസ്റ്റർ ചെന്ന് നോക്കി ആരാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ. ഈ കീ ഹോളിലൂടെ നോക്കിയപ്പോഴേ സിസ്റ്റർ കാണുന്നത് ഈ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി അവിടെ യൗസേപ്പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുക, ഒരു സ്വരൂപത്തിന് മുമ്പിൽ നിൽക്കുക. പിന്നെ ആശ്ചര്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ആ സ്വരൂപം ഈ വിശുദ്ധയായിട്ട് സംസാരിക്കുക. ഈ വിശുദ്ധൻ, അതായത് വിശുദ്ധ യൗസേപ്പിതാവായിരുന്നു അതായത് അമ്മ ത്രേസ്യ പുണ്യവതിയോട് ഇവിടുത്തെ സിസ്റ്റേഴ്സ് എന്തൊക്കെയാണ് തെറ്റുകൾ ചെയ്തതെന്ന് പറഞ്ഞു കൊടുത്തിരുന്നത്. സോ ഇത് കണ്ടിട്ട് വായും പൊളിച്ചോടുന്നത്. ഈ സ്വരൂപം ഇപ്പോഴും ആ മോണസ്ട്രി മിണ്ടാമഠത്തിൽ ഇപ്പോഴുണ്ട്. ഈ രൂപത്തിൻ്റെ പേരാണ് സാൻ ഹൊസെ എൽ പാർലേറോ, അതായത് സംസാരിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവ് എന്ന പേരുണ്ട്. സോ ഈ ചെറിയ ഇൻസിഡൻറ്റിൽ കാണാം അമ്മ ത്രേസ്യ പുണ്യവതി എത്ര ഡിപ്പെൻഡ് ചെയ്തു യൗസേപ്പിതാവിൻ്റെ മേളിലെന്ന്. അത് യൗസേപ്പിതാവിൻ്റെ കയ്യിലേക്ക് സമർപ്പിച്ചിട്ടായിരുന്നു എല്ലാ തവണയും കോൺവെൻറ്റിൻ്റെ പുറത്തേക്ക് പോയിരുന്നത്. എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അത് മുഴുവനും അറിയാനായിട്ടുള്ള കാരണമായത് ഈ യൗസേപ്പിതാവ് തന്നെയായിരുന്നു. സോ എത്ര ഡിപ്പെൻഡ് ചെയ്തു, എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ഇൻസിഡൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഒരിക്കലും ഒരു കാര്യം നമ്മൾ യൗസേപ്പിതാവിനോട് പറയുകയാണെങ്കിൽ യൗസേപ്പിതാവ് പറയുന്നത് നമ്മളെ ഉറപ്പായിട്ടും സഹായിക്കുമെന്നാണ് സഭയിലെ പല വിശുദ്ധന്മാരും പറയുന്നത്. ഞാനായിട്ട് പറയുന്നില്ല, പല വിശുദ്ധന്മാരും പറഞ്ഞിരിക്കുന്നത് ഹീ ഈസ് എ ഷുവർ ലിസണർ ടു യുവർ പ്രേയേഴ്സ്, ഹി വിൽ ഡെഫിനറ്റ്ലി ലിസൺ ടു യുവർ പ്രേയേഴ്സ് എന്ന്. സോ നമുക്ക് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു മധ്യസ്ഥനോട് നമ്മൾക്ക് പ്രത്യേകം ഈ വർഷം പ്രാർത്ഥിക്കാം. ഇനിയും സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറയായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.